ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളുടെ സ്വലാത്ത് വന്ന് കിട്ടിയ റാഹത്തായി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെയുടെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ ആ വാക്കുകൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഒന്നും നഷ്ടപ്പെടുത്തി കളയാതെ, ഒന്നും ഇല്ലാണ്ടാക്കാതെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറകളിൽ കൊണ്ടുവന്നുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്തിയവരാണ് പ്രിയപ്പെട്ട സ്വഹാബ കിറാം റളിയല്ലാഹു തആല അൻഹും. ആ സ്വഹാബത്തിന്റെ വാക്കുകളിലൂടെയാണ് നമ്മുടെ ഓരോ അമലുകൾ കടന്നു പോകുന്നത്. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഈ വാക്കുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഈ അദ്കാറുകൾ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ പൊൻവർണ്ണ ചുണ്ടുകളിലൂടെ അടർന്നു വീടുന്ന ആ കാര്യങ്ങൾ മുഴുവനും വളരെ ആവേശത്തോടു കൂടിയിട്ട് ഹൃദയത്തിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടുവരുന്നവരാണ് നമ്മളൊക്കെ. സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും ഒരു വേള മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുമുണ്ട്. എല്ലാവരും നോക്കിയിരിക്കുമ്പോ മഹാനായ സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് ഓടി വരികയാണ്. സെയ്ദ് ബിൻ അസ്ലം തങ്ങളോട് എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. എല്ലാ സ്വഹാബത്തും സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു എന്തിനാണ് ഓടി വരുന്നത് എന്നറിയാതെ അന്തം വിട്ടന്താളിച്ചിരിക്കുമ്പോ ഓടി വന്ന സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറയാ, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. സ്വഹാബത്തിനറിയാം സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു ഒരു പാഴ്വാക്ക് പറയില്ല എന്ന്, ഒരു മോശം പറയില്ല എന്ന്. സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറയുന്നത് മുഴുവനും അമൂല്യമായ കാര്യങ്ങളാണ്, ജീവിതത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണെന്ന് സ്വഹാബത്തിനറിയാം. അതുകൊണ്ട് സ്വഹാബത്ത് സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി കാതോർത്ത് നിൽക്കുകയാണ്. അവര് പറഞ്ഞു, സെയ്ദ് ബിൻ അസ്ലം നിങ്ങൾ പറയണം, അത് കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. മഹാനായ സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു തആല അൻഹു അടുത്തിരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ ഒന്നുകൂടെ എന്റെ അരികിലേക്ക് ഇരിക്കുമോ? മഹാനരായ സെയ്ദ് ബിൻ അസ്ലം തങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് ദൂരെ നിന്നിരുന്ന സ്വഹാബത്ത് മുഴുവനും സെയ്ദ് ബിൻ അസ്ലം തങ്ങളുടെ അരികിലേക്ക് ഇരിക്കുകയാണ്. ആ സമയമാ സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബത്തേ ഒരു കാലഘട്ടം കടന്നു വരാനിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ മനുഷ്യന്മാര് മുഴുവനും പേടിപ്പെടുത്തുന്ന വാർത്തകൾ കേട്ടുകൊണ്ട് നേരം വെളുത്തവർ എഴുന്നേൽക്കുന്നത് തന്നെ, അവര് ഉണരുന്നത് തന്നെ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടുകൊണ്ടായിരിക്കും എന്ന് പറയുമ്പോ മഹാനരായ ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല, പേടിപ്പെടുത്തുന്ന ഒരു വാക്കും ഞങ്ങൾ കേൾക്കുന്നില്ല. സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ പറ്റിയല്ല, അമാ ഇന്നഹു സയഖൂൽ, ഒരു കാലഘട്ടം കടന്നു വരാനിരിക്കുകയാണ്. അതേത് കാലഘട്ടമെന്നറിയുമോ? 2020, 22, 23, 24, 25 കാലഘട്ടത്തെ പറ്റിയിട്ട് സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ശരിയാണല്ലോ, നേരം വെളുത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോ തന്നെ പല പല വാർത്തകളാണ് കേൾക്കുന്നത്, പല പല വാർത്തകളാണ് കേട്ടുകൊണ്ട് ഉണരുന്നത്. അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് കടന്നുകൂടുകയാണ്. മനുഷ്യന്മാരുടെ ഹൃത്തടങ്ങളുടെ ഉള്ളില് ഭയപ്പാട് കടന്നുകൂടുകയാണ്. ഭയം വന്ന് അടിയുകയാണ് സ്വഹാബാ. അങ്ങനത്തെ ഒരു കാലഘട്ടം കടന്നു വരാനിരിക്കുന്നുണ്ട്. സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണേ. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ പല നിയമങ്ങളും മാറി മറയുന്ന ഒരു കാലഘട്ടം കടന്നു വരാനുണ്ട്. ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോ, ശരിയല്ലേ, ഇന്ന് പല നിയമങ്ങളും പല കാര്യങ്ങളും കടന്നു വരുന്ന എപ്പോഴാ? പാതിരാത്രിയില്ല.
1400 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് വ്യക്താക്കാൻ അങ്ങനത്തെ ഒരവസ്ഥ വരാനിരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥ കടന്നു വരാതിരിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഓരോ വാർത്തകൾ കേട്ടുകൊണ്ട് കടന്നു പോകുമ്പോ ഈ വാർത്തകളൊക്കെ എപ്പോഴാ വന്നത്, എപ്പോഴൊക്കെയാണ് പാസ്സായിട്ട് കടന്നു വരുന്നത്? അർദ്ധരാത്രികളിലും പാതിരാത്രികളിലുമായിട്ടാണ്. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കണ്ണു തുറക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറയാ, എന്തുകൊണ്ടാണ് ഇതുപോലെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ വരുന്ന എന്നറിയോ? എന്തുകൊണ്ടാ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ കടന്നു വരുന്ന എന്നറിയുമോ? പണ്ടുള്ളവര് ചെയ്തുകൊണ്ടിരിക്കുന്ന, മുൻഗാമികൾ ചെയ്തുകൊണ്ടിരുന്ന ഇബാദത്തുകൾ അവരിൽ നിന്ന് മാറുമ്പോ, നിസ്കാരം അവരിൽ നിന്ന് മാറുമ്പോ, സ്വതക്ക അവരിൽ നിന്ന് മാറുമ്പോ, അല്ലാഹു എത്രത്തോളം സമ്പത്ത് കൊടുത്താലും പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ കൊടുക്കാതിരിക്കുമ്പോ, സ്വത്തിന്റെ സകാത്ത് കൊടുക്കാതിരിക്കുമ്പോ, ആർഭാടത്തിന്റെ ആഭാസരത്തിന്റെ അലോസരതയുടെ ആഴക്കടലിലൂടെ മനുഷ്യന്മാരാണ്ടു പോകുമ്പോ, പടച്ചവനെ പോലും മതിമറന്നുകൊണ്ട് മലീമസമായ ഹൃദയത്തിലൂടെ മനുഷ്യന്മാര് കടന്നു പോകുമ്പോ, ഹവ്വലല്ലാഹു ഖുലൂബ മുലൂകിഹി, അവരെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ ഹൃദയത്തിന്റെ ഉള്ളില് ആ നാട്ടുകാരോട്, രാജ്യക്കാരോട് വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ പകയെ അല്ലാഹു ഇട്ട് കൊടുക്കുമെന്ന് ലോകത്തിന്റെ രാജകുമാര നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. പണ്ടത്തെ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന, ബാപ്പമാര് ചെയ്തുകൊണ്ടിരുന്ന, ഉമ്മമാര് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങള്, ഖുർആൻ ഓതലുകള്, നിസ്കാരങ്ങള്, സ്വതക്കകള്, നോമ്പുകൾ ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയിലില്ല. പരിശുദ്ധമായ റമളാനെന്ന് കടന്നു കഴിഞ്ഞാൽ പടച്ചവനെ നിസ്കാരമുണ്ട്. നേരം വെളുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടുകയാ. റമളാൻ കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ കഴിഞ്ഞല്ലോ. ആ തിരക്കുന്ന ബേക്കൽ പള്ളിയുടെ അകത്തട്ടിലുണ്ടോ? ഉളവെടുക്കാൻ തിരക്കുണ്ടോ? ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാര് പള്ളിയുടെ ഉള്ളിലുണ്ടോ? അല്ലാഹുവേ, ഓടി വന്നുകൊണ്ട് ഈമാനോട് കൂടി നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യുന്ന ആളുകള് ഈ കാലഘട്ടത്തിലുണ്ടോ? അങ്ങനെ പടച്ചവനെ മതിമറന്നുകൊണ്ട് ആളുകൾ കടന്നു പോയാ ഹവ്വലല്ലാഹു ഖുലൂബ മുലൂകിഹിം, അവരെ ഭരിക്കുന്ന ഭരണകർത്താക്കള് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളില് ആ രാജ്യക്കാരോട് പകയും വെറുപ്പും മാത്രമാണ് അല്ലാഹു ഇട്ട് കൊടുക്കുന്നത്. ഇത് ഷമീർ ദാരിമി പറയുന്നതല്ല, ഷാഫി ഉസ്താദ് പറഞ്ഞതല്ല, ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാര് പറഞ്ഞതല്ല. ഒരിക്കലും കളവ് പറയാത്ത മദീനയുടെ രാജകുമാര, സർവറെ ആലം സർക്കാരെ മുജസ്സം, താജ്ദാരെ മദീന, നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിനെ ഓർക്കാതെ നമ്മൾ ഇപ്പൊ എപ്പോഴൊക്കെ കടന്നു പോന്നോ? ഇത് ഞാൻ വാളു പറയുമ്പോ എന്റെ വാളിന്റെ വാചാതുര്യത്തിന് വേണ്ടി പറയാണെന്നല്ല, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ പാസ്സാകുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നിയമത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും നബി തങ്ങളുടെ വാക്ക്. അവർ റബ്ബിനെ അവർ ഓർക്കാതിരിക്കുമ്പോ, പടച്ചവനെ അള്ളാഹുവിനെ മറന്നുകൊണ്ടവർ കടന്നു പോകുമ്പോൾ അവർ ചിന്തിക്കണം, അവരുടെ സിട്ടാവ് റബ്ബാൻ, അള്ളാഹുവാണ്. ആ റബ്ബിനോടുള്ള ഇഷ്ടവും സ്നേഹവും അവർ മറന്നുപോയിട്ടുണ്ട്. അള്ളാഹു പരീക്ഷണങ്ങൾ തരാൻ എന്തുകൊണ്ട് എല്ലാം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, അതുപോലെ എല്ലാവിധമായ സന്തോഷങ്ങളും അവരുടെ ജീവിതത്തിൽ കൊടുത്തു. എന്നിട്ടും എന്തുകൊണ്ട് അവർ നന്നാകുന്നില്ല? എന്തുകൊണ്ട് അവരെന്നെ ഓർക്കുന്നില്ല? നബി തങ്ങൾ പറഞ്ഞ വാക്കവിടം സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറയാട്, എന്നാ പഠിച്ചോ സ്വഹാബാ. അങ്ങനെ വേദനയോടെ സങ്കടത്തോടെ കടന്നു വരുമ്പോ ആ നാട്ടിലുള്ളവര് പടച്ചവനെ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാല്, ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സുകൾ കാണിച്ചുകൊണ്ട് കടന്നു വന്നാൽ അവര് നിസ്കരിക്കുന്നവരായ, അവര് നോമ്പ് നോക്കുന്നവരായ, റബ്ബ് അവർക്ക് കൊടുത്തിട്ടുള്ള സമ്പത്തിന്റെ ഒരു
ഭാഗം പാവപ്പെട്ടവന്റെ കണ്ണുനീരപ്പാൻ അവർ കൊടുത്തു കഴിഞ്ഞ പടച്ചവന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാ എന്നുള്ള ബാങ്കിന്റെ ധ്വനിയൊന്ന് മുഴങ്ങി കേൾക്കുമ്പോ ഓടി വന്നുകൊണ്ട് പൊതുപെടുത്തുകൊണ്ട് നിസ്കരിക്കുന്നവരായി മാറിയ വീണ്ടും നബിതങ്ങൾ പറയാ, അവരേതൊന്നിനെയാണോ അവര് പേടിപ്പെടുന്നത്, അവരേതൊന്നിനെയാണോ അവര് സങ്കടത്തോടു കൂടിയിട്ട് കണ്ടുകൊണ്ട് കടന്നു പോകുന്നത്, അതിന് വഖഫല്ല ഏതൊക്കെ കാര്യമാണെന്നുണ്ടെങ്കിലും അവര് പടച്ചവനെ പേടിക്കുന്നവരായ, അള്ളാഹുവിന് വേണ്ടിയിട്ട് അവര് സമയം കൊടുക്കുന്നവരായ, പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരായ, അല്ലാഹുവേ റബ്ബ് പറയാണന മാലിക്കുൽ മുലൂക്, ഭരണകർത്താക്കളുടെ ആ രാജ്യത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ മേലിൽ ഭരിക്കുന്നവൻ ഞാനാ, അതുകൊണ്ട് അവരെ ചൊവ്വാക്കാൻ എനിക്കവിടെ നിന്ന് കഴിയുമല്ലോ, നിങ്ങൾക്ക് അനുകൂലമായ വഴികളിലൂടെ അവരെ കൊണ്ടുവരാൻ എനിക്ക് കഴിയുമല്ലോ, പക്ഷേ ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, അല്ലാഹുവിലേക്കും അടുത്തുകൊണ്ട് വന്നോ, അല്ലാഹുവിന്റെ പള്ളി കാലിയാകാതെ നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്തോ. ഓരോ നിയമങ്ങൾ വരുമ്പോ നമ്മളൊക്കെ തെരുവിലിറങ്ങിയല്ലോ, ഒപ്പ് ശേഖരിച്ചല്ലോ, അത് പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് ബഹളം വെച്ചല്ലോ. എന്നാൽ ആദ്യം പറയാനുള്ള സിട്ടാവായ തമ്പുരാനോട് നമ്മൾ എത്ര ആളുകളാണ് പറഞ്ഞു പോയിട്ടുള്ളത്, പടച്ചവനെ പേടിപ്പെടുത്തുന്ന കാലഘട്ടമാണ്, നിന്റെ കയ്യിലാണ് എല്ലാ രക്ഷയുമുള്ളത് എന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, എന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറയാ, അല്ലാഹുവിലേക്ക് അടുത്തോ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും പറയാണ്, അങ്ങനെ പേടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടക്കുന്നതെങ്കിൽ വത്തിലാവത്തിൽ റബ്ബിന്റെ ഖുർആനെ ഒരുപാട് പാരായണം ചെയ്തോ. അങ്ങനെ ഖുർആനെ പാരായണം ചെയ്തുകൊണ്ട് വന്ന അല്ലാഹു അവൻ ഏതും നിന്റെ മേലിലാണോ പേടിക്കുന്നത്, ആ ഭയത്തെ അല്ലാഹു മാറ്റിത്തരുമെന്ന് ലോകത്തിന്റെ തിരുദൂതരേ മുഹമ്മദുൽ മുസ്തഫ പറയും നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഞാനായാലും നിങ്ങളായാലും ഓരോന്ന് കേൾക്കുമ്പോൾ അത് അങ്ങനായില്ലേ ഇങ്ങനായില്ലേ എന്ന് നമ്മൾ പലതും പറയും, അഭിപ്രായങ്ങൾ ഒരുപാട് നമ്മൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. പക്ഷേ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. പണ്ട് രോഗം കുറവാണ്, പണ്ട് സങ്കടങ്ങൾ കുറവാ, വേദനകൾ കുറവാണ്, ക്യാൻസർ കുറവാ, അറ്റാക്ക് കുറവാ, ഹോസ്പിറ്റലുകൾ കുറവാണ്. ഇന്ന് എല്ലാ സ്ഥലത്തും ഹോസ്പിറ്റലുകളുണ്ട്, എല്ലാവർക്കും രോഗങ്ങളാണ്. ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കാൻ. എന്തുകൊണ്ട്? മുൻഗാമികളായ ആളുകളെ പരിശോധിച്ചാൽ അവർ സന്ധ്യസമയമായി അവർ ഖുർആനോതും, അവർ ദിക്റുതല്ലും, യാസീനോതും. അല്ല, യാസീനെ സംബന്ധിച്ച് ഈ സമയത്തൊക്കെ യാസീൻ ഒരുപാട് പാരായണം ചെയ്യണം. യാസീനെ സംബന്ധിച്ച് നബിതങ്ങൾ പറഞ്ഞത് ലിമാ ഖുരിഅ ലഹു എന്നല്ലേ. ഏതൊരു കാര്യത്തിനാണോ, ഏതൊരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഓതുന്നത്, ആ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഏതൊരു നീയത്താണോ കൽബിൽ വെച്ചുകൊണ്ട് ഓതുന്നത്, അത് ആ കാര്യത്തിന് തന്നെ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് കേൾക്കുക എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ സഹോദരങ്ങളെ. ഞാൻ പറയട്ടെ, പണ്ടത്തെ കാലഘട്ടങ്ങളിൽ സുബഹി വരെ വാള് പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല കേട്ടോ, പണ്ടത്തെ ഉസ്താദുമാര്. അവിടെ നിന്ന് അവർ 8 മണിക്ക് പോയാൽ സുബഹിക്ക പിന്നെ വീട്ടിലെത്തുക. സുബഹിന്റെ ടൈമിലാണ് അവർ മുന്നോട്ട് പോവുക. അതുവരെ അവരിരുന്നവർ വാള് കേൾക്കും. ഇപ്പോഴോ ഒരു 10 മിനിറ്റ്, ഒരു 20 മിനിറ്റ്, അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്കൊരു വെപ്രാളം പോലെയാണ്. ഇനിയിപ്പോ പറയണ പിന്നെ ഇരുന്നിട്ട് കാര്യങ്ങളുടെ വീട്ടിൽ പോവാ ഇല്ലേ. ഇനി ഷമീർ ദാരിമി പറയണ ഒന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും പൊന്നാര വാപ്പമാരി മജ്ലിസ് ഇരിക്കുന്നതിനൊരു പുണ്യുണ്ട്. നമ്മുടെ പാപങ്ങൾ പൊരുത്തപ്പെടാൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാര് ദുആ ചെയ്യുന്ന അതിമനോഹരമായ ഒരു മജ്ലിസ് ഇല്ലേ. ഇന്ന് എല്ലാ നന്മകളും നിന്നു പോവാൻ. ദുആ ചെയ്യുന്ന സമയത്ത് പോലും ആളുകളില്ല അല്ലേ. വാഴതൊക്കെ നിന്നോ. ഇനിയിപ്പോ കുറച്ചുകൂടെ മുന്നോട്ട് പോയാ വേക്കലായാലും എവിടെ ആയാലും വാതിന് 10 പേരായിരിക്കും. ഇത് ഓരോന്നിങ്ങനെ നമ്മളിങ്ങനെ പോന്നുകൊണ്ട് പറയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മകൾ കുറയുന്നൊരു കാലഘട്ടം വന്നാൽ അവർ പേടിക്കണം. പണ്ടുള്ള ഉമ്മമാരൊക്കെ എല്ലാം ചെയ്യൂലേ, ബിസ്മിയും ഹംദും സലാത്തും സലാമും
നഫീസത്തുമാല ഞാൻ തുടങ്ങിയിടും നീ കഷ്ടതാഗൃഹപ്പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പുരാനേ. പണ്ടുള്ളവരങ്ങനാണ്. സന്ധ്യ സമയമായി കഴിഞ്ഞ അവര് ഖുർആൻ എടുത്ത് ചോദും, വാഖിയ ഓതും, യാസീൻ ഓതും, നഫീസത്തുമാല ഓതും, മുഹീദിമാല ഓതും. അവരെ കൊണ്ട് പറ്റുന്ന നന്മകളും മുഴുവനും ഇശാ മഗ്രിബിന്റെ ഇടയിൽ അവർ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് വലിയ വലിയ പരീക്ഷണങ്ങൾ അവർക്കില്ല, അതുകൊണ്ട് അവർക്ക് വലിയ വലിയ സങ്കടങ്ങളില്ല, അതുകൊണ്ട് അവർക്ക് വലിയ വലിയ ദുഃഖങ്ങളില്ല. എന്തിനേറെ എന്നറിയുമോ സഹോദര, മഹാനരായ ജുബൈർ റളിയല്ലാഹു അൻഹു വീടിന്റെ അകത്തട്ടിൽ ഇരിക്കുകയാണ്. ആ സമയമാ വീടിന്റെ മുറ്റത്തൊരു കരച്ചില് കേൾക്കുന്നത്. മഹാനുഭാവം നോക്കുമ്പോ ഒരു ചെറുപ്പക്കാരനാണ്. വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിനോട് ചോദിച്ചു, മോനെ നീ എവിടെന്ന് വരുന്നു? ആ സമയം പറഞ്ഞു, വല്ലാ ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് കടന്നു വന്നതാണ്. എന്റെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുള്ള ഒരു വേദന പറയാൻ വന്നതാ. മനസ്സിന് താങ്ങാൻ പറ്റാത്തൊരു നൊമ്പരമുണ്ട്. ഞാൻ ഒറ്റക്കല്ല കടന്നു വന്നത്, എന്റെ കൂടെ വേറെയും രണ്ടാളുകളുണ്ട്. ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് കടന്നു വന്ന ചെറുപ്പക്കാരോട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു വീടിന്റെ അകത്തട്ടിലേക്കും ഇരിക്കാൻ പറയുമ്പോ അവര് കയറിയിരിക്കുമ്പോ ഒരാദ്യത്തെ മര്യാദ എന്നോളം അവർക്ക് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്തു. എല്ലാ കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്തേ നിങ്ങളുടെ സങ്കടം, അതൊന്ന് പറയുമോ? തങ്ങളെ, ഞങ്ങളുടെ നാടിന്റെ അരികിൽ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ സങ്കടത്തിലാ. ആ നാടിനെ ഭരിക്കുന്നൊരു മനുഷ്യനുണ്ട്, അദ്ദേഹം അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടക്കുകയാണ്. മുമ്പുള്ള രാജാവ് ചെയ്തുകൊണ്ടിരുന്ന നന്മകൾ മുഴുവനും പൊലിഞ്ഞു പോവുകയാണ്. അത് മുഴുവനും നഷ്ടപ്പെടുത്തി കളഞ്ഞു. വീട്ടിലേക്ക് റേഷൻ പോലും കടന്നു വരുന്നില്ല. അങ്ങനത്തെ സങ്കടങ്ങളാ, അങ്ങനത്തെ ഒരു ബേജാറിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നു എന്ന് പറയുമ്പോ ചോദിച്ചു പോയി, എന്തേ കാരണമെന്ന് പറയ്, എന്തേ സങ്കടമെന്ന് പറയ്. അദ്ദേഹം നമ്മളോട് എപ്പോഴും വഴക്കാണ്, നമുക്ക് പുറത്തും ഇറങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു മനുഷ്യൻ അവിടുന്ന് റബ്ബിനെ പറ്റി പറയുമ്പോ ഇഷ്ടമല്ല, അള്ളാന്റെ ഹബീബിനെ പറ്റി പറയുമ്പോൾ ഇഷ്ടമല്ല. മനസ്സു വല്ലാത്ത വേദനയാ, മനസ്സു വല്ലാത്ത നൊമ്പരമാ. അതുകൊണ്ട് ഇവിടെ വന്നാല്, നിങ്ങളുടെ മുമ്പിൽ വന്നാ അതിനുള്ള പരിഹാരം തരുമെന്ന് ഞങ്ങളോടൊരാള് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുകയാ. എന്തെങ്കിലും ഒന്ന് മറുപടി തരാമോ? ഉടൻ തന്നെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്. സുന്നത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്തിട്ട് കടന്നു വന്നിട്ട് ചെറുപ്പക്കാരോട് പറയാ, നിങ്ങൾ പോവുക, നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് ചൊല്ലുക. നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ ഭാര്യയോടും നിങ്ങൾ പറയാ, സൂറത്ത് യാസീൻ മുടങ്ങാതെ ഓതാൻ പറയുക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വളരെയേറെ മർമ്മപ്രധാനമായ ഏതൊരു കാര്യത്തിന് വേണ്ടി ഓതിയാലും പടച്ച തമ്പുരാന് പ്രതിഫലം തരുന്ന ആ സൂറത്ത് യാസീൻ ആവർത്തിച്ചോതാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ്. എന്റെ സഹോദരങ്ങളെ, 1 മാസവും 17 ദിവസവും കഴിയുമ്പോ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ നല്ല ഒരു പൊതിയുമുണ്ട്. ഒരു സമ്മാനത്തിന്റെ പൊതിയുമായിട്ട് കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യനതാ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുക്കുമ്പോ ജാബിർ തങ്ങൾ ചോദിച്ചു, ഇതെന്താ? ഇതൊരു സമ്മാന പൊതിയാ. എന്തിനാണ് സമ്മാന പൊതി എന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, തങ്ങളെ, നിങ്ങൾ പഠിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും വീടിന്റെ അകത്തട്ടില് അല്ലാഹുവേ സൂറത്ത് യാസീൻ മുടങ്ങാതെ ഞങ്ങൾ ഓതിയല്ലോ. മനസ്സറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ദുആ ചെയ്തു. അല്ലാ, ഞങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മനസ്സിന് നന്മ കൊടുക്കണേ അല്ലാ. നമ്മളോടുള്ള വെറുപ്പും വിദ്വേഷവും പിണക്കങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ.
എന്ന് പറഞ്ഞുകൊണ്ട് യാസീൻ ഓതിയിട്ട് ഞങ്ങളൊക്കെ ദുആ ചെയ്തു. തങ്ങളെ ഒരു ദിവസം നേരം വെളുക്കുമ്പോ അദ്ദേഹത്തിന്റെ തോടന്മാരിൽപ്പെട്ട അദ്ദേഹത്തിന്റെ മന്ത്രിമാരിൽപ്പെട്ടവര് കടന്നു വന്നുകൊണ്ട് വിളിക്കുകയാണ്. എല്ലാവരെയും മൈതാനിയിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. ഞങ്ങളൊക്കെ പേടിച്ചു പോയി. ഞങ്ങളുടെ മക്കളെ പോലും കൊണ്ടുപോകാ പേടിയാ. എന്നാലും ആ ഒരു സമയത്ത് ഇദ്ദേഹം വിളിച്ചു പറയാട്, നിങ്ങളെ വീടിന്റെ ഉള്ളിൽ ഒരാളും ബാക്കിയാകാൻ പാടില്ല. കിടക്കുന്നവരാണെങ്കിൽ പോലും രോഗികളാണെങ്കിൽ പോലും ചുമന്നു കൊണ്ടുവരണേ. എല്ലാവരും ബാപ്പമാരെ വയസ്സായ ബാപ്പമാരെ പോലും തോളത്തിട്ട് കൊണ്ട് കടന്നു പോവുകയാണ്. അല്ലാ അല്ലാ, അങ്ങനെ യഥാ കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരെയും കൊണ്ടുവന്നിരുത്തുന്നുണ്ട്. ഈ മനുഷ്യനെന്ന് ആദ്യമായിട്ട് പറയുകയാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ അറിയാതെ ഞങ്ങൾ ചിന്തിച്ചു പോയി. ഇന്നലെ വരെ അങ്ങനെ പറഞ്ഞാടിക്കാമെന്ന മനുഷ്യനാണ്, ചീത്ത വിളിക്കാമെന്ന മനുഷ്യനാണ്, അവിടെ നിന്ന് ചുണ്ടറുത്തു മാറ്റണമെന്ന് പറഞ്ഞ മനുഷ്യനാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ ഉറക്കമുള്ള പ്രഖ്യാപനമാ. ഇന്നത്തെ ഈ ദിവസം മുതൽ സ്വതന്ത്രമാണ്. ആർക്കെന്ത് വേണോ ചെയ്തു പോകാ. അവരവരുടെ ഇബാദത്തുകളെ, അവരവരുടെ നിയമങ്ങളെ, അവരവരുടെ ജോലികളെയൊക്കെ ചെയ്യാ. നിങ്ങൾക്ക് എന്ത് നന്മ വേണോ അതെന്നോട് പറഞ്ഞാ മതി എന്ന് പറയുമ്പോ ഞങ്ങൾ ഏതായാലും ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാ. ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ, ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ മന്ത്രിയെ വിളിച്ചിട്ട് സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അവിടെ പള്ളി കെട്ടാനുള്ള അവസരം ഒരുക്കും അദ്ദേഹം ഇത്രയും കാലം നമ്മൾ കരഞ്ഞ് കാല് പിടിച്ചിട്ട് പോലും ഒരു നല്ല മനസ്സ് തരാത്തവർ ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത് അത് ഖുർആനിന്റെ പവറാണ് തങ്ങളെ, അത് യാസീനിന്റെ പവറാണ് തങ്ങളെ. സഹോദരങ്ങളെ, അങ്ങനെ ഖുർആൻ ഓതിയ നിയമങ്ങൾ മാറുമോ? അങ്ങനെ ഖുർആൻ ഓതിയ കാര്യങ്ങൾ നടപ്പാക്കുമോ? അതിന് വിശ്വാസമുണ്ടാകണം. ആരാണ് വിശ്വാസമുള്ളവരെന്നറിയോ? അലിഫ് ലാം മീം, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ വയുഖീമൂനസ് സ്വലാഹ വമിമ്മാ റസഖ്നാഹും യൂൻഫിഖൂൻ. മുഅ്മിനായ ആളുകളുടെ അടയാളം പറഞ്ഞത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് അവർ അല്ലാഹ് വിശ്വസിക്കുന്നവരാണ്. ഖബറുണ്ടെന്ന് പറഞ്ഞു, ഖബറിൽ ചോദ്യമുണ്ടെന്ന് പറഞ്ഞു, സ്വർഗമുണ്ടെന്ന് പറഞ്ഞു, നരകമുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് മുത്തുനബിയുടെ അധരങ്ങളിലൂടെ അടർന്നു വീണ വാക്കുകളാണ്. അങ്ങനത്തെ വാക്കിലൂടെയാ നമ്മൾ വിശ്വസിച്ചു പോയത്. അദൃശ്യമായ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാ. അങ്ങനെ ഖുർആൻ ഓതിക്കോ, നിങ്ങളുടെ സങ്കടങ്ങളെ അല്ലാഹു മാറ്റുമെന്ന് നബി തങ്ങൾ പറയുമ്പോ അതിൽ അടിയുറച്ച വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ ഓതിക്കഴിഞ്ഞാ അമിനഹുല്ലാഹ് വ ഇൻ കാന ഖായിഫാ, അവൻ ഭയത്തോടു കൂടിയിട്ട് കടന്നു പോകുന്നവനാണെങ്കിൽ, രാജ്യത്തിന്റെ നിയമത്തിന്റെ ഭയപ്പാടിലൂടെയാണോ അവൻ കടന്നു പോകുന്നത്? വ ഇൻ കാന ഖായിഫാ അവൻ ഭയത്തിന്റെ വഴിയിലൂടെയാണ് അവൻ കടന്നു പോകുന്നതെങ്കിൽ അമിനഹുല്ലാഹ്, അവനെ നിർഭയനാക്കുന്ന അല്ലാഹു തആല. നമ്മൾ അങ്ങനെ അല്ലാഹുവിലേക്കൊന്ന് അടുത്തു നോക്ക്, റബ്ബിലേക്കൊന്ന് പറഞ്ഞു നോക്കി. നിങ്ങൾ ഇല്ലേ ഇപ്പൊ ഇവിടെ വാളൊക്കെ ആയിരിക്കണ വിരലുണ്ടാവുന്ന ഉപ്പമാര് എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം കിട്ടൂല വാപ്പ. കാരണം നന്മയൊക്കെ മരവിച്ചു പോയി, നന്മയിലേക്ക് ആളുകളൊന്നില്ല, ഇല്ലേ? അതുകൊണ്ട് സൂക്ഷിക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രയാസത്തിന്റെ വാക്കുകൾ വരുമ്പോ നിങ്ങൾ അവരോട് അല്ലാഹുവിനറിയാലോ, അല്ലാഹു തീരുമാനിച്ചാൽ
അതിനപ്പുറത്തേക്കൊന്നും പോവില്ല. നിങ്ങൾ അള്ളാനെ മറക്കുമ്പോഴാണ് ഹവ്വലല്ലാഹു ഖുലൂബ മുലൂകിഹിം, നിങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ അവരുടെ ചിന്തയിലേക്ക് അവർ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുക്കുകയും നിങ്ങൾക്ക് സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ കേൾപ്പിക്കുന്നതുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത വാക്ക് സയ്യിദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു 1400 വർഷങ്ങൾക്ക് മുമ്പ് മസ്ജിദുൻ നബവിയിൽ നിന്നുകൊണ്ട് പറയാൻ തങ്ങൾ പറഞ്ഞ വഴികൾ ശ്രദ്ധിച്ചാൽ പാതിരാത്രികളിൽ നിയമങ്ങൾ വരും. ശരിയല്ലേ? വളരെ കറക്റ്റാണ്. എല്ലാം ഇന്ന് മിക്കുള്ള കാര്യം അപ്പോഴാ വരിക. ഏതൊക്കെ കാര്യമുണ്ട് അതൊക്കെ അപ്പോഴല്ലേ കടന്നു വരാ. ആ കാര്യങ്ങളിൽ പരസ്പരം ആളുകൾ ചർച്ചകൾ ചെയ്യും, ഭയപ്പാടുണ്ടാക്കും. അപ്പോഴും റബ്ബിലേക്ക് പറഞ്ഞിട്ടില്ല, അപ്പോഴും അള്ളാഹുലേക്ക് പറഞ്ഞിട്ടില്ല. അള്ളാഹുലേക്ക് പറഞ്ഞോ? അല്ലാഹുവോട് പറഞ്ഞു പോയാൽ നിധിയാണ്, അറിവിന്റെ ലോകത്തെ പാൽനിലാവിൻ അതുമൊഞ്ചാണ്, അഹദിന്റെ തീരുമാനം മാറ്റുവാനും കഴിയില്ല, ഇബാദത്തോടെ നീ ചൊന്നതാലേ നിറവില്ല, ചെയ്തു സുജൂദൊന്ന് റബ്ബിലായി പറയുന്ന, ഇരുകരം നീട്ടി ഇരന്നു റബ്ബിലായി കേഴുന്ന, ഉടനടി നാദനും ഉത്തിരവും ചൊരിയുന്ന, ഉടയോന്റെ മാറാലെ വേദന മാറി പോകുന്ന. റബ്ബിലേക്ക് നിങ്ങൾ സുജൂദ് ചെയ്തിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, അതല്ലേ റബ്ബ് പറഞ്ഞത്? ഏത് വേദന ഉണ്ടോ അല്ലേ? എത്ര പ്രയാസമുണ്ടോ? ഒരു എളുപ്പമുണ്ടാകും. പ്രയാസം ഉണ്ടെങ്കിൽ എളുപ്പമുണ്ടാകും അല്ലേ? റബ്ബ് പറഞ്ഞിട്ടുണ്ട്, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. അല്ലാഹു പറയാണ്, ഫഇദാ ഫറഗ്ത, മോനെ ഒരുപാട് സങ്കടങ്ങളല്ലേ കേൾക്ക, നീ നിന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ ഫൻസബ്, ഒന്ന് ആക്റ്റീവായിക്കോ, ഒന്ന് ഉഷാറായിക്കോ അല്ലേ? നമ്മളിപ്പോ റമളാനിലാണെങ്കിലും 20 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഇപ്പൊ തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഒരു ആശ്വാസമാണ്, ഒരു നീണ്ട ഒരു ആശ്വാസമൊക്കെ ഇട്ട് പള്ളിയുടെ ഏതെങ്കിലും ഒരു ഭിത്തി പോയി ചാരിയിരിക്കുക. ഇനിയിപ്പോ ദുആയും കൂടെ അല്ലേ സംഭവം, ഇതും കൂടെ ഒന്ന് കഴിഞ്ഞാൽ പോവാന്നാണ് അല്ലേ? എത്രയോ ചെറുപ്പക്കാർ നിസ്കരിക്കുന്നുണ്ട്. ഫതുഹുൽ മുഈനിൽ ഇവിടെ ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്. നിസ്കാരത്തിന്റെ ബാബ് പറഞ്ഞിടത്തൊരു ചെറിയൊരു ബൈത്തുണ്ട്, തുസല്ലി ബിലാ ഖൽബിൻ ഫലതം ബിമിത്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൽ ലിൽഉഖൂബതി. എത്രയോ ചെറുപ്പക്കാർ പള്ളിയിലേക്ക് ഓടി വരുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ നാട്ടുകാരായ എന്റെ കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരെ കുറ്റപ്പെടുത്തല്ല, പള്ളിയിലേക്ക് ഓടി വരുന്നുണ്ട്. ചറവറാ കൈകെട്ടും. ഒളുവൊക്കെ ഏത് രീതിക്ക് എടുക്കുന്നത് പിന്നത്തെ കാര്യം. ചിലപ്പോ മുട്ട് ഫുള്ള് നനഞ്ഞിട്ടുണ്ടാവൂല, ഒളുവിന്റെ ഫർളുകൾ പോലും നല്ലതുപോലെ ശരിയായിട്ടുണ്ടാവൂല. അങ്ങോട്ട് വരിക, കുനിയ, നൂര, ഓടുക അല്ലേ? നിസ്കാരം കൊണ്ട് എത്ര ചെറുപ്പക്കാർ അവർ തെറ്റുകാരായിട്ട് മാറുന്നുണ്ട് ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിലേക്ക് ഒരു 5 മിനിറ്റ് വേണ്ടുന്ന കോലത്തിൽ കൊടുക്കാൻ എന്നെയും നിങ്ങളെയും കൊണ്ട് പറ്റണില്ല ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോടാ പറയണം, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഈ സദസ്സിൽ ഇരുന്നിട്ട് നിങ്ങൾ അള്ളാന്റെ ഖുർആൻ കേൾക്കാൻ, ഹബീബിന്റെ ജീവിതം കേൾക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ. ഇതിപ്പോ ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോ വേണമെങ്കിൽ ഇപ്പൊ ഷാഫി ഉസ്താദിന് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോവാം.
ഷാഫി സന്തിന് അവിടെ ഇരിക്കണമെന്നറിയോ? മജ്ലിസിനൊരു ബറക്കത്തുണ്ട്. ഇനി ഈ പറഞ്ഞ കാര്യം ഉസ്താദിന് പിന്നെ അറിയാഞ്ഞിട്ടൊന്നുമല്ല, അതിനെക്കാളും അറിയും. പക്ഷെ ഇരിക്കണം എന്തിനെന്നറിയോ? അതിനൊരു ബറക്കത്തുണ്ട്, ജീവിതത്തിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് അവരിരിക്കണം. അള്ളാഹു ഉസ്താദുമാർക്ക് കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ആ മനുഷ്യനെ ഇന്നോ ഇന്നലെയും കൊല്ലപ്പോ കാണാൻ തുടങ്ങിയത് വാളിന് വേണ്ടി വന്ന് ചെറിയ മീശുള്ളപ്പോഴേ ഞാൻ കാണാൻ തുടങ്ങിയ ആളാണ്. അള്ളാഹു സന്തോഷവും സമാധാനം ഇനി ഒരുപാട് കൊല്ലം ദീനിന് വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിലേക്ക് അടുക്കണം. നിങ്ങളോട് മാത്രമല്ല, എന്നോടും കൂടി പറയാൻ, ഞാനും നിങ്ങളും അള്ളാഹുവിലേക്ക് അടുത്താൽ മാത്രമേ നമുക്ക് നന്മയായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റൂ, നന്മയായ കാര്യങ്ങൾ കേൾക്കാൻ പറ്റൂ. ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, വീട്ടിലേക്ക് പോ, അവിടെ പോയിരുന്നിട്ട് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ മക്കളോടൊക്കെ പറഞ്ഞു ഖുർആൻ ഓതാൻ പറഞ്ഞു, യാസീൻ മുടക്കാതെ ഓതാൻ പറഞ്ഞു. ചെന്നു പറഞ്ഞു, ഒരു മുന്നറിയിപ്പില്ലാതെ വിളിക്കാണ് സുബഹിസ്കാരം കഴിഞ്ഞ പാടെ എല്ലാവരും ഒരുമിച്ച് കൂടണം, എല്ലാവർക്കും അവരവർക്ക് ആവശ്യമുള്ളത് പറയാം, അവരവർക്ക് ആവശ്യമുള്ളത് പറയാം. ഇതേ രാജാവ് തന്നെ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ എന്റെ മുമ്പിൽ വന്നാൽ അവന്റെ മക്കളെ ഞാൻ വെച്ചേക്കൂലെന്നാണ്. അവരെ വെച്ചേക്കൂലെന്നല്ല, മക്കളെ വെച്ചേക്കൂലെന്നാ. അതേ നാവ് കൊണ്ട് പറയാ, റബ്ബ് വലിയോനല്ലേ, ആ റബ്ബിലേക്കൊന്ന് അടുത്താല് അള്ളാഹു ഒക്കെ ശരിയാക്കി തരും. ഉറപ്പാണ്, മുത്തിന്റെ വാക്കാണ്, അള്ളാഹു ശരിയാക്കി തരും. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ പേടിപ്പെടുത്തുന്ന വർത്തമാന കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോ അവൻ അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നവനാണോ? അല്ലാഹുവിന്റെ ഭയപ്പാട് മാറ്റിക്കൊടുക്കുകയാണ്. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ തൗബ ചെയ്തുകൊണ്ട് കടന്നു വരണേ, ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് വരുമോ? എന്നാ നിങ്ങളുടെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലാഹു മാറ്റിക്കളയുകയാണ്. അതൊന്ന് ചിന്തിക്കാൻ പോലും അവർക്ക്, അത് ചിന്തിച്ചിട്ട് നിയമം കൊണ്ടുവരാൻ പോലും അവരുടെ മനസ്സിന് തോന്നൽ കൊടുക്കൂല. അതിനെന്ത് വേണമെന്നറിയുമോ? കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവ് കൊണ്ട്, കാലുകൊണ്ട്, കൈ കൊണ്ട്, കൽബ് കൊണ്ട് ഞാനും നിങ്ങളും ചെയ്തു പോയ ആയിരക്കണക്കാന പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞേ മതിയാവുകയുള്ളൂ. അതിനെന്ത് വേണമെന്നറിയോ? ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ. മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു പറയാ, അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാ നിങ്ങളുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ കൂടെ അല്ലാഹു എളുപ്പമാക്കി തരുമെന്നാണ്. നിങ്ങളുടെ ഖൽബ് കൊണ്ട് ആഗ്രഹിക്കുന്നതിനെ അല്ലാഹു എളുപ്പമാക്കി തരുമെന്നാ. അതിന്റെ ചെറിയൊരു ചരിത്രം ഞാൻ പഠിപ്പിച്ചു തരാ. 10 ലക്ഷം ഹദീസുകൾ മനപ്പാടമാക്കിയ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ പാതിരാത്രിയിൽ നടക്കുകയാ. നടന്നൊരു പള്ളിയിലേക്ക് ചെല്ലുമ്പോ, ഇശാ നിസ്കാരം കഴിഞ്ഞ് മിക്കവുള്ള പള്ളികളും നമ്മുടെ നാടുകളിൽ പൂട്ടിയിടുമല്ലോ. അദ്ദേഹം ചോദിക്കുന്നു, ഇന്നത്തെ രാത്രിയിൽ ഈ പള്ളിയിൽ ഞാനൊന്ന് കിടന്നോട്ടെ? ആ സമയം പള്ളിയിലെ മുഅദ്ദിൻ പറഞ്ഞു, പറ്റൂല, തീരുമാനം ഇശാ നിസ്കാരം കഴിഞ്ഞാ പള്ളി പൂട്ടണമെന്നാണ്. എന്ന് പറയുമ്പോ മഹാനുഭാവൻ അവിടെ ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ വന്നിരിക്കുന്നത് അഹ്മദ് ബിൻ ഹംബലാണെന്നറിയില്ല, റളിയല്ലാഹു അൻഹു ആണെന്നറിയില്ല. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോ അതാ അവിടെ മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ കാണുകയാണ്. ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് മഹാനുഭാവൻ കടന്നു പോവുകയാണ്. ഇവിടെ ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ട്, പ്രിയപ്പെട്ട ഉസ്താദുമാരുണ്ട്. കിതാബുകളിൽ കാണാ 3 പ്രാവശ്യം ആ വീടിന്റെ വാതിലിൽ പോയി മുട്ടുകയാണ്. അവസാനം അവിടെ നിന്ന് വീട്ടുകാരൻ ഇറങ്ങി വരുമ്പോ ആ വീട്ടുകാരനോട് പറഞ്ഞു, സഹോദരാ, ഞാൻ ഒരു വഴിയാത്രക്കാരനാ, വല്ലാത്ത ക്ഷീണമുണ്ടേ, അതുകൊണ്ട് ഇന്നത്തെ ഈ രാത്രിയില് നിങ്ങളുടെ വീട്ടിൽ ഒരല്പനേരം എനിക്ക് വിശ്രമിക്കാ അവസരം തരാമോ? വീട്ടുകാരൻ അവസരം കൊടുത്തു, ഭക്ഷണം കൊടുത്ത്, വെള്ളം കൊടുത്ത്, കിടക്കാനുള്ള റൂം കൊടുത്തു. അങ്ങനെ മഹാനുഭാവൻ ആ റൂമിൽ ഇരുന്നു കൊണ്ട് പടച്ചവനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൊട്ടപ്പുറത്തുള്ള റൂമിൽ നിന്ന് അസ്തഗ്ഫിറുല്ലാഹ്
എന്നിങ്ങനെ ചൊല്ലുകയാണ്. നിർത്താതെ ചൊല്ലുന്നുണ്ട്. ഉടൻ തന്നെ എവിടെന്ന് മഹാനുഭാവൻ വിളിച്ചിട്ട് ചോദിക്കാ, നിങ്ങൾ എന്ത് തെറ്റാ ചെയ്തു പോയത്, എന്ത് കുറ്റമാ ചെയ്തു പോയത്, ഇങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് എന്തിനാണ്, ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് എന്തിനാ? ആ സമയം പറഞ്ഞു, വല്ലാ ഇന്ന് വരെ ഒരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ കണ്ണുകൊണ്ടോ എന്റെ കാതുകൊണ്ടോ എന്റെ ശരീരം കൊണ്ടോ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. എന്തിനാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് എന്നറിയുമോ? എന്റെ ഖൽബിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. അതേതാണ് ആഗ്രഹം? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ 10 ലക്ഷം ഹദീസുകൾ മനപ്പാഠമാക്കിയ ഒരു മനുഷ്യനുണ്ട്, പേര് അഹ്മദ് ബിൻ ഹംബൽ എന്ന. അങ്ങനെ ഉള്ള അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ആ മഹാമനുഷ്യനെ ഒന്ന് കണ്ടിട്ട് മരിക്കാനാ എന്റെ ഒരു നിയ്യത്താണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് എന്ന് പറയുമ്പോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ പറയാണ്, അന അഹ്മദ് ബിൻ ഹംബൽ, നിങ്ങളെ തിരക്കുന്ന ഒരു അഹ്മദ് ബിൻ ഹംബൽ ഞാനാ എന്ന് പറയുമ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുസാബഹത്ത് ചെയ്തിട്ട് അവസാനം പറയാ, അല്ലാഹുവേ ഇനി എന്റെ ആത്മാവിനെ നീ എങ്ങെടുത്താല് എനിക്കൊരു കുഴപ്പവുമില്ല റബ്ബേ. എന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നത് അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന മഹാമനുഷ്യനെ കാണാ. ഇന്ന് എനിക്കത് സാധിച്ചു റബ്ബേ. ഇതെന്റെ ഇസ്തിഗ്ഫാറിന്റെ പവറാണ് അല്ലാഹ്. സഹോദരങ്ങളെ, നമ്മുടെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയില് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനുള്ള സമയമായത്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനുള്ള സമയമായത്. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ, നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്താ, ഇനി തെറ്റ് ചെയ്താൽ മാത്രമേ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലാൻ പറ്റുമെന്നില്ല. എന്നാ റസൂലുള്ളാഹി തങ്ങൾ ചെല്ലേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നബി തങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നടക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് സഹോദരാ, അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ അവൻ പേടിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഏതൊരു കാര്യമാണോ ആ ഭയപ്പാടിൽ നിന്നും അല്ലാഹു അവനെ കരകയറ്റുമെന്ന് ലോകത്തിന്റെ തിരുദൂതരേ മുഹമ്മദുൽ മുസ്തഫ എന്ന് പറയുന്ന നബിയുനാ റസൂലുള്ളാഹി. കുറയരുത്, ഞാൻ പറഞ്ഞില്ല ഒരുപാട് നേരം ഞാൻ നിങ്ങളെ ഇരുത്തൂല. പക്ഷെ അൽഹംദുലില്ലാ വലിയൊരു സന്തോഷം തോന്നിയെന്നറിയോ? മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ പാടെ അൽഹംദുലില്ലാ പരിപാടി തുടങ്ങി. അതൊരു വലിയ റാഹത്താണ്. ഇന്നലെ എനിക്ക് മൈക്ക് കിട്ടിയപ്പോൾ 10 മണിയായി. ഇന്ന് അൽഹംദുലില്ലാ 10 മണിക്ക് നമുക്ക് പരിപാടി അവസാനിപ്പിച്ച് വീട്ടിൽ പോവാം. അൽഹംദുലില്ലാ വലിയ സന്തോഷം. സംഘാടകർക്ക് അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സന്തോഷവും സമാധാനവും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അൽഹംദുലില്ലാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് വരും കാലങ്ങളിലൊക്കെ ഈ ഒരു സമയത്താകുമ്പോൾ അൽഹംദുലില്ലാ സുബഹി മുടങ്ങൂല, പിന്നെ വളരെ കറക്റ്റായിട്ട് ഉറങ്ങുകയും ചെയ്യാം, വീട്ടിലും പോയി കിടക്കാം. വലിയ സന്തോഷം. അൽഹംദുലില്ലാ റബ്ബേ, ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾ, സഹോദരിമാർ, ചെറുപ്പക്കാർ, മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദുമാർ, റബ്ബേ ആർക്കെങ്കിലൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ നീ ആജിലായ ശിഫ കൊടുക്കണേ പടച്ചോനെ. സങ്കടങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമുക്ക് വിജയിക്കാനാ, നമുക്ക് റബ്ബിന്റെ അടുക്കൽ നമുക്ക് റബ്ബിന്റെ അടുക്കൽ വിജയിക്കാം അല്ലേ? നമ്മുടെ കൂട്ടുകാരൻ വിളിച്ച നമ്മൾ പിന്നാലെ പോകും. യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. കൂട്ടുകാരൻ വിളിച്ച പിന്നാലെ പരക്കം പായും. റബ്ബിന് വേണ്ടിയിട്ട് വിളിച്ചാലോ എനിക്കിന്നിപ്പോ സമയമില്ലടാ, എനിക്കിന്നിപ്പോ സമയമില്ല. അവസാനം നിങ്ങളുടെ കണ്ണ് നിറയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്കൊന്നിപ്പോ സമയമില്ല മോനെ, നീ പൊക്കോ, നന്മയിലേക്കല്ലേ. നന്മ ചെയ്യാൻ ആളുകൾ കുറയുന്നൊരു കാലഘട്ടം വരും. വർഷങ്ങൾ കടക്കാൻ, മാസങ്ങൾ കടന്നുപോവാൻ. നമുക്ക് എന്താ ഉള്ളത്? ഒരുപാട് നിസ്കാരം ഉണ്ടെന്നറിയോ, ഒരുപാട് നോമ്പുണ്ടെന്നറിയോ. നമ്മൾ ചെയ്തിട്ടുള്ള നിസ്കാരങ്ങൾ പോലും നമ്മൾ മറ്റുള്ളവരെ പറ്റി ഫിത്ന പറഞ്ഞ്, മറ്റുള്ളവരെ പറ്റി ആക്ഷേപിച്ച്, എന്തിനാ? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മുടെ എന്തിന് റമളാനിക്ക് പോലും നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഫിത്ന പറയുന്ന ആളുകൾ ഉണ്ടാകും. നിങ്ങളങ്ങനെ പറഞ്ഞു എന്നല്ല. ഒരുപാട് നന്മകൾ കിട്ടുന്ന റമളാനിൽ പോലും എന്ത് തെറ്റ് കണ്ടുപിടിക്കട്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. ചില പള്ളികളിലൊക്കെ, ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല, ചില പള്ളികളിൽ അതിന് പ്രത്യേകമായൊരു സ്ഥലം ഉണ്ടാകും. അങ്ങനെ ഉണ്ട്.
അവിടെ നിന്നിട്ട് അങ്ങനെ അലക്കാൻ അതിങ്ങനെയാണ് ഇങ്ങനെയാണ് ചെയ്ത നിസ്കാരാർക്ക് പോയി ആ മനുഷ്യന്. ആരെ പറ്റിയാ പറഞ്ഞത്? സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. അത് എത്രത്തോളം നന്മയാണെന്ന് നമുക്കറിയില്ല, എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മളതങ്ങോട്ട് ഏറ്റുപിടിക്കാൻ വേണ്ടി നമ്മൾ പോണ്ട. പൊന്നാര വാപ്പ, നിങ്ങളുടെ നിസ്കാരം മറ്റൊരാൾക്ക് വേണ്ടി കൊടുക്കണ്ട. ആരാ ഈ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്ന ഒരു നിസ്കാരം ഇല്ലാത്തവരല്ല. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനൂ ലഹും അദാബുൽ അലീമു ഫിദ്ദുനിയാ വൽ ആഖിറ. ഇന്നല്ലദീന, നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ, യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, എന്തെങ്കിലും കിട്ടിയാൽ അതിനിങ്ങനെ പറഞ്ഞ് പെരിപ്പിച്ച് അല്ലേ. ഇന്നിപ്പോ നമ്മളൊക്കെ ലൈവ് ഇടുന്ന ആൾക്കാർ തന്നെയാണ്, നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാർ തന്നെയാണ്. എന്തിനാണ്? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ, ഇന്നിപ്പോ നിങ്ങൾ നോക്കുക, ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വാർത്തയിൽ എല്ലാ ചാനലുകാരും ഉണ്ടാവും, ആ ഒരു വാർത്തയിൽ എല്ലാ ചാനലുകാരും ഉണ്ടാവൂലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനെ എങ്ങനെ പെരിപ്പിക്കാം? അത് കേട്ട് നമ്മൾ അതിന്റെ പിന്നാലെ കൂടാൻ, അത് കേട്ടിട്ട് അതിന്റെ പിന്നാലെ നമ്മളും കൂടുകയാണ്. ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്നത്. മക്കളെ ബക്കറ്റ് കൊണ്ടുവന്നാണ് എന്നാ കൊണ്ടോ ഉള്ള നിങ്ങൾ കിടിലാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇവിടെ അമ്മമാരുടെ ഭാഗത്ത് ഇവിടെ എല്ലായിടത്തും ഇൻഷാ അല്ലാഹ്, അതൊരു സന്തോഷം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉറക്കൊരു സ്വലാത്തിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ ബക്കറ്റുമായി കടന്നു വരുന്ന ഈ മക്കളുടെ ബക്കറ്റിൽ പടച്ച റബ്ബേ നല്ല മനസ്സോടെ ഹദിയ ചെയ്യുന്നവർ, അല്ലാഹുവേ നീ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. രോഗങ്ങളെ മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും നല്ലൊരു ഹദിയ ചെയ്യും എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഒരാളെ ഒന്നും പറയാൻ വേണ്ടിയിട്ട് പോണ്ട. അതൊരു തെറ്റാണെന്ന് മനസ്സിലായിട്ട്, അതൊരു തിന്മയാണെന്ന് മനസ്സിലായിട്ട്, ആ ഒരു തിന്മയിൽ എന്തിനാണ് ഞാൻ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക? അവര് തെറ്റ് ചെയ്തെങ്കിൽ, നമ്മളൊരു കുറ്റം ചെയ്തെങ്കിൽ അത് നമ്മളെ റബ്ബുമാണ്, അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ റബ്ബുമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ കുറ്റം ചെയ്തെങ്കിൽ അത് അവനും അവന്റെ റബ്ബുമായിട്ടുള്ള ബന്ധം. റബ്ബ് മറച്ചു വെച്ചതിനെ പരസ്യപ്പെടുത്തുന്ന സൃഷ്ടികളാണ്. സൃഷ്ടാവ് മറച്ചു വെച്ചു, സൃഷ്ടികൾക്ക് അത് അങ്ങോട്ട് അത്ര പിടിക്കണില്ല. ആലക്കന്നെ അല്ലേ? അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്മാറിയാൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് പിന്മാറിയാൽ അല്ലാഹ് പറയാ, മോനെ പേടിക്കണ്ട, നീ ചെയ്തത് നന്മയാ, അതുകൊണ്ട് നിനക്ക് 2 സ്വർഗം തരാനാ. ഒന്നല്ല 2 സ്വർഗം തരാനാണ്. അതുകൊണ്ട് ഒരാളെയും ഫസാദ് പറയാൻ പോണ്ട. ഒരാലിമീങ്ങളെയും ഒരു സയ്യിദന്മാരെയും ഒരാളെയും ഒരു മനുഷ്യനെയും ഒരയൽവാസിയെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. നമുക്ക് പരാജയമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ അമല് പോവാൻ എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത്? നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇബാദത്ത് ചെയ്തിട്ട് അത് മറ്റുള്ളവനിക്ക് വേണ്ടി കൊടുത്തിട്ട് പോകുന്ന ഒരു സ്വഭാവക്കാരാകരുത്. എത്ര ആളുകൾ അൽഹംദുലില്ലാഹ് ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, ആ ഹജ്ജൊക്കെ ഉണ്ടാവോ? ഉംറകൾ ചെയ്തിട്ടുണ്ടാകും, ആ ഉംറകളൊക്കെ നമുക്ക് തന്നെ ഉണ്ടാവോ? നമ്മൾ ചിന്തിച്ചാൽ മതി. മറ്റാളെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നാളെ വരുമ്പോ അവൻ പറയാ, അല്ലാഹ് ഫഖദ് ശത്തമ ഹാദാ, ഓരോന്നിങ്ങനെ പറയാ, റബ്ബേ ചീത്ത വിളിച്ചത്, കുറ്റപ്പെടുത്തിയത്, ആക്ഷേപിച്ചത് ആ പോണ മനുഷ്യൻ. അവൻ ഹജ്ജൊക്കെ ചെയ്ത്, റബ്ബേ ഹജ്ജ് താ റബ്ബേ. നമ്മൾ ചെയ്ത ഹജ്ജ് മൂപ്പർക്ക് പോയി. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിന്റെ മുമ്പിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് കളയരുത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോകുന്നത്, നന്മയിലൂടെ വന്നോ, അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് കടന്നു വന്നോ. ഇതെല്ലാം പറഞ്ഞിട്ട് മഹാനായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു പറയുകയാ, പ്രിയപ്പെട്ട സ്വഹാബത്തേ, നിങ്ങൾക്കിതിൽ നിന്നൊക്കെ ഒരു മോചനം വരണോ? തെറ്റ് ചെയ്യാതെ ഇരിക്കണോ? തിന്മയിലേക്ക് പോകാതെ ഇരിക്കണോ? ഉദ്കുരിൽ മനിയാ, മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവാ. റബ്ബേ, ഇന്നിവിടെ നിന്നുകൊണ്ട് വഅദ് പറയുന്ന ഞാനാട്, നാളത്തെ വഅദിന്റെ മജ്ലിസിൽ ഞാനെത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങള് നാളത്തെ വഅദിന്റെ മജ്ലിസിൽ നിങ്ങൾ കടന്നു വന്നിരിക്കുമോ എന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. എത്രയോ മരണത്തിന്റെ അലാമത്തുകൾ നമ്മുടെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നു പോയി. പണ്ട് നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ.
പണ്ട് നോമ്പ് നോറ്റതുപോലെ നോമ്പ് നോക്കാൻ പറ്റില്ല. പണ്ട് സ്വതക്ക ചെയ്തതുപോലെ കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. എല്ലാം രോഗങ്ങൾ കടന്നു പിടിച്ചിട്ട് ഹോസ്പിറ്റലിന്റെ കത്തട്ടിൽ കൊണ്ടു കൊടുത്ത് സങ്കടത്തിന്റെ വഴികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് സഹോദരാ, മരണമെന്നുള്ള പ്രതിഭാസത്തെ പറ്റി ഓർത്തുകൊണ്ട് കടന്നു പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിലേക്ക് അടുക്കാൻ പറ്റുമല്ലോ. മരണം അടുത്ത സെക്കൻഡിൽ ഉണ്ടെന്ന് മനസ്സിലായ ഒരാളെയും കുറ്റപ്പെടുത്താ നമ്മുടെ മനസ്സ് വരൂല, ഒരാളെയും ചീത്ത വിളിക്കാ മനസ്സ് വരൂല, ഒരാളെയും ആക്ഷേപിക്കാ മനസ്സ് വരൂല, ഒരാളെയും അവിടെ നിന്ന് പിടിച്ചു പറിക്കാ മനസ്സ് വരൂല. എത്രയോ മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് പോലും വൽ ഖൽബു ഗാഫിലൂ, നമ്മുടെ ഹൃദയം അശ്രദ്ധമാണ്. മലദ്ദഹുറു വൽ അയ്യാമു വദ്ദംബു ഹാസിലൂ വജാ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലൂ നഈമുക ഫിദ്ദുനിയാ സുറൂറു വഖസ്റതു വഇശൂക ഫിദ്ദുനിയാ മുഹാലു വബാതിലു. കാലഘട്ടങ്ങൾ, വർഷങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ കടന്നു പോവാൻ. നിസ്കാരമുണ്ടോ നമുക്ക്? നോമ്പുണ്ടോ നമുക്ക്? ഞാൻ എന്റെ കഥയും കൂടെ പറയാം, നിങ്ങളെ മാത്രമല്ല, നമുക്കുണ്ടോ? ദുനിയാവിന്റെ പുറത്തുകൂടി ഇങ്ങനെ കിടക്കുമ്പോ മരണത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും വന്നു. കാല് വേദന തുടങ്ങി, ശരീരം ചുക്കിച്ചുളഞ്ഞു, തലമുടി നരച്ചു, ഇല്ലേ? വല്ലാത്ത സങ്കടവും നൊമ്പരങ്ങളുമായി മുട്ടുപോലും വളയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇങ്ങനെ കടന്നു പോവാൻ. ആ ഒരു വഴിയിലൂടെ പോകുമ്പോ ചിന്തിക്കണം, പടച്ചോന് ഇനി അധിക സമയമൊന്നുമില്ല. മരണത്തിന്റെ അലാമത്തുകൾ, അടയാളങ്ങൾ വന്നിട്ടും വൽ ഖൽബു ഗാഫിലു, നമ്മുടെ ഹൃദയം അശ്രദ്ധമാണ്. മരിക്കുമ്പോ അങ്ങോട്ട് പൊക്കോട്ടെ എന്നാണ്, നമ്മുടെ ഹൃദയം അശ്രദ്ധമാണ്. അതുകൊണ്ടാണ് സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞത്, ഇവിടത്തെ ജീവിതം ഒരു ജീവിതമല്ല, ഇവിടത്തെ ഈ ജീവിതം ഒരു ശാശ്വതമല്ല. തുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ ബൽ തു'തിറൂന الحياة الدنيا والآخرة خير وأبقى. ഇവിടത്തെ ജീവിതം ഒരു ജീവിതമല്ല, ജീവിക്കാനുള്ള വഴികൾ കടന്നു വരുന്നേ ഉള്ളൂ. ഇത് തൽക്കാലം ചെറിയ ഒരു തണലത്ത് വിശ്രമിക്കുന്നേ ഉള്ളൂ, ചെറിയ ഒരു വിശ്രമ സ്ഥലം മാത്രമാണ്. ഇനി വരായിരിക്കുന്ന ജീവിതമുണ്ട്, അവിടത്തേക്ക് വേണ്ടിയാണ് ഒരുങ്ങാനുള്ളത്. അല്ലാഹുവേ, ഞാനിപ്പോഴൊന്നും മരിക്കൂല, ഞാനിപ്പോഴൊന്നും പോകൂല, അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ എവിടെ? എന്റെയും നിങ്ങളുടെയും ഖൽബിന്റെ മുത്തായ മദീനത്തിന്റെ രാജകുമാര നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങളെവിടെ? എല്ലാവരും വിട പറഞ്ഞു പോകുമല്ലോ. ജലാലാണല്ലാഹ്, ജയം നിന്നിൽ മാത്രമല്ലാഹ്, ജനനം നിൽ ഖുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. ഒരുപാട് അമ്പിയാക്കൾ, അതിലേറെ ഔലിയാക്കൾ, അവരെല്ലാം മൗത്തായില്ലേ. ആഴം ഖബറിലല്ലേ, മരിക്കാതിരിക്കാമെങ്കിൽ, ജീവിച്ചിരിക്കാമെങ്കിൽ മുത്ത് റസൂലവിടെ, ഉത്തമ നബിയവരെ. ഇല്ല ഒരാൾക്കു
ആർക്കുമില്ല അധികം ജീവിതമില്ല, എല്ലാ ഒരുവൻ വിധി എല്ലാവർക്കുമുള്ള വിധി. ഒരാളും ദുനിയാവിന്റെ പുറത്ത് കാലാകാലം ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കണ്ട. അല്ലേ, ഒരു രോഗമൊന്നും വേണ്ട മരണത്തിന്. രോഗങ്ങളൊക്കെ ആയിട്ടുള്ള എത്രയോ ആളുകൾ വർഷങ്ങളോളം ബേക്കൽ ഭാഗത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട്. മരണത്തിന് വാപ്പാ ചെറുപ്പക്കാര ഒരു രോഗം വേണ്ട. ഒരു ചെറുപ്പക്കാരനിക്ക് നന്നാകണമെങ്കിൽ മരണത്തെ പറ്റി അവൻ ചിന്തിച്ചാ മതി. നമ്മളെ കണക്കുള്ള മസിൽ പവറുള്ള എത്രയോ ചെറുപ്പക്കാരെ ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്നിട്ട് ഖബറടക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അലീബനാത്ത് എന്ന് പറയുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന് ക്യാൻസർ ആണെന്നറിയുമ്പോ വല്ലാതെ സങ്കടപ്പെട്ടു. ഇത്ര മാസമേ ജീവിച്ചിരിക്കുള്ളൂ എന്ന് ഡോക്ടർ വിധി എഴുതി. ആ ചെറുപ്പക്കാരൻ വേദനയോടെ സങ്കടത്തോടു കൂടിയിട്ട് വീട്ടിലിരിക്കുമ്പോ ഒരു രോഗമില്ലാത്ത തന്റെ കൂട്ടുകാരൻ പെട്ടെന്ന് വിട പറയാൻ. അദ്ദേഹത്തിന്റെ മയ്യത്ത് സംസ്കരണത്തിന്റെ എല്ലാ കാര്യത്തിനും പോയി. അവസാനം മയ്യത്ത് കബറടക്കി മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിയുമ്പോ അലീബനാത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് കരയാൻ. ചോദിച്ചു, മോനെ നീ എന്തിനാ കരയുന്നത്? അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. കൂട്ടുകാരാ, ചെറുപ്പക്കാരാ, ശ്രദ്ധിക്ക്. അവൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. 23 വയസ്സ് പ്രായം, കോടിക്കണക്കിന് സമ്പത്തുള്ള യുവാവ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കേതെന്നറിയോ? എന്റെ ഡോക്ടർമാർ എനിക്ക് വിധി എഴുതിയത് 3 മാസമാണ്. എനിക്ക് രോഗമുണ്ട്. എന്റെ കൂട്ടുകാരനോ ഒരു രോഗമില്ല, ഒരു സങ്കടമില്ല, ഒരു വേദനയില്ല. അവൻ പെട്ടെന്ന് വിട പറഞ്ഞു പോയി. അതുകൊണ്ട് എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്ന് തന്റെ കോടിക്കണക്കിന്റെ സമ്പത്തെടുത്തിട്ട് ആഫ്രിക്കയിലെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി കൊണ്ടുകൊടുത്ത 23 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ആ ചിന്താമണ്ഡലത്തിലേക്ക് അവനിക്ക് നന്മ ചെയ്യണമെന്ന് തോന്നിപ്പിച്ചൊരു ഒരു കാര്യം അത് അവന്റെ മരണത്തെ പറ്റിയായിരുന്നു. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താ ചെയ്യാ? റബ്ബേ കുടുങ്ങിയില്ലേ, നാളെ ഉണ്ടാകുന്ന ഉറപ്പെന്തള്ളത്? ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ആ ഒരു ഓർമ്മയിലൂടെയാണ് കടന്നു വരാനുള്ളത്. അൽഹംദുലില്ലാഹ്, ഇപ്പ റബ്ബ് നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് വാപ്പമാരെ, ഒരു 5 മിനിറ്റ് സമയമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ പോലും ആ ഒരു 5 മിനിറ്റ് പടച്ചവനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാ. ഇതുപോലത്തെ വാലിന്റെ മജ്ലിസുകളിൽ ഒന്ന് കടന്നിരിക്കാ മനസ്സ് കൊടുത്തോ. കാരണം എന്തെന്നറിയുമോ? ജീവിതത്തിൽ ചെയ്തു പോയ തിന്മകളൊക്കെ പൊഴിഞ്ഞു പോകാനാ ഇവിടെ ഇരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ വഴിയോരത്തു നിന്നുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ കൂട്ടുകാരാ, ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ. എന്തിനാണ് അനുഭവങ്ങൾ പറയുന്നത് എന്നറിയുമോ? റസൂലുള്ളാഹിന്റെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്, സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. എന്നാലും ഈ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരാനാണ്. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴാണ്? മരണമെന്ന് പറയുന്ന പ്രതിഭാസം കടന്നു വരുമ്പോഴാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ വലിയ വീട് വെച്ചിട്ട് വീടിന്റെ കുടിയിരിപ്പിന്റെ അന്ന് നേരം വെളുത്ത് ആലിമീങ്ങളും ഉസ്താദുമാരൊക്കെ വീട്ടിലേക്കൊന്ന് മൗലിദോദാൻ വരുമ്പോ ആ വീട്ടിന്റെ മുതലാളിയായ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ട് വെച്ച് ഫാത്തിഹയോദേണ്ടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടല്ലോ. മണവാട്ടിയായിട്ട് പുതുമണവാട്ടിയായി അണിഞ്ഞൊരുങ്ങിയിട്ട് കല്യാണത്തിന്റെ ഓഡിറ്റോറിയത്തിലേക്കൊന്ന് ചെന്ന് കയറിയിട്ട് പുതുമാരന്റെ കൈപിടിക്കുന്നതിന് മുമ്പല്ലേ ഈ തൊട്ടടുത്ത് പുതിയ പെണ്ണ് വീണിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയത്. നിങ്ങളുടെ നാടിന്റെ ചാരത്തല്ലേ കല്യാണത്തിന്റെ തലേ ദിവസം ഭക്ഷണം കഴിച്ചിട്ട് ചോറ് കഴിക്കുമ്പോ ശ്വാസമൊന്ന് മേലോട്ടെടുക്കുമ്പോ പടച്ചവനെ ഒരു ചോറങ്ങ് കയറിയപ്പോ അവിടെ തീർന്നു ആ പ്രിയപ്പെട്ട പൊന്നുമോള ജീവിതം. കൂട്ടുകാരാ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ദീന്
ദീന് പഠിച്ചിരുന്നൊരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനാ, നല്ല മനുഷ്യനാ, ആലിമാണ്. 4 സഹോദരിമാരാണ്, പാവപ്പെട്ട 4 സഹോദരിമാര്, ബാപ്പയില്ല, അനാഥ മക്കളാണ്. ഉമ്മ അയൽവക്കത്തുള്ള വീട്ടിൽ പോയി ജോലി ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ട് ഈ മക്കളെ മുഴുവനും പഠിപ്പിക്കുന്നത്. ഈ പ്രിയപ്പെട്ട മനുഷ്യൻ അവിടെ നിന്ന് തഫ്സീർ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉസ്താദിനോട് വന്നിട്ട് പറയുന്നു, ഉസ്താദേ ഞാനൊന്ന് കടന്നു പോവുകയാണ്, എനിക്കവിടെ നിന്ന് സഹോദരിമാരുണ്ട്, അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അവരെ വിവാഹം കഴിപ്പിക്കണമെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങി തിരിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് അനുവാദം തരാമോ എന്ന് പറഞ്ഞിട്ട് അനുവാദം കൊടുക്കുമ്പോ ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ലാതിരുന്ന ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് ഉമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന മാല ഊരി കൊടുക്കുകയാണ്. നല്ലൊരു ഉമ്മയാ, സ്നേഹമുള്ള ഉമ്മയാ. ആ പൊന്നുമോനിക്ക് വേണ്ടി മാല ഊരി കൊടുക്കുമ്പോ അത് കൊണ്ടുപോയി വിറ്റുകൊണ്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് പ്രവാസ ലോകത്ത് പോവുകയാണ്. 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു, 6-7 കൊല്ലങ്ങൾ കഴിയുമ്പോ ഒരു പെങ്ങളൊഴിച്ചിട്ട് സുഫൈദ എന്ന് പറയുന്ന ഒരു പൊന്നുമോള് ഒഴികെ ബാക്കി എല്ലാവരുടെയും നിക്കാഹ് അവിടുന്ന് കഴിഞ്ഞു പോവുകയാണ്, കല്യാണം കഴിഞ്ഞു പോവുകയാ. ഇനി ഒരു പെങ്ങളെ ബാക്കിയുള്ളൂ. ആ പ്രിയപ്പെട്ട പെങ്ങളെ വിവാഹം കഴിപ്പിക്കാൻ നല്ല ഒരു പുതുമാരനെ നോക്കണമെന്ന് പ്രിയപ്പെട്ട ഉമ്മയെ വിളിച്ചു പറയുമ്പോ ഉമ്മ അവിടുന്ന് നല്ല ഒരു ആലിമായ, അവിടുന്ന് നല്ല അള്ളാഹുവിന്റെ ദീന് പഠിച്ച, അള്ളാഹുവേ വലിയൊരു ബാഖിയാത്തിൽ നിന്നിറങ്ങിയ ഒരു ബാഖിബി അവിടുത്തിട്ടുള്ള ബിരുദമെടുത്തിട്ടുള്ള ചെറുപ്പക്കാരനെ മരുമകനായി കണ്ടുപിടിക്കുകയാണ്. കല്യാണത്തിന്റെ ഡേറ്റുകളൊക്കെ ഉറപ്പിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ഫോണിൽ വിളിച്ചിട്ട് പറയാ, ഉമ്മാ എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കോ ഉമ്മ, ഇത്ര ദിവസം കഴിയുമ്പോ ഞാൻ അങ്ങ് നാട്ടിലേക്ക് വരുമല്ലോ. പ്രിയപ്പെട്ട പുന്നാര മകന്റെ വാക്ക് കേട്ടുകൊണ്ട് ഉമ്മ സമ്മതിച്ചു കൊടുക്കുകയാണ്. ഉമ്മ എന്റെ പെങ്ങടെ കയ്യിലൊന്ന് ഫോണ് കൊടുക്കാമോ, പെങ്ങടെ കയ്യിൽ ഫോണ് കൊടുക്കാമോ? ഇതെങ്ങനാ ഞാൻ എന്നറിയുമോ? ആ വീട്ടിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോ ആ പെങ്ങള് പറഞ്ഞു, ഉസ്താദേ ഇക്കാക്ക വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്തെന്നറിയോ, ബാക്കിയുള്ള ഒരു പെങ്ങന്മാർക്കും ലഭിക്കാത്ത സൗഭാഗ്യം എനിക്ക് കിട്ടുമെന്നാണ് എന്റെ പ്രിയപ്പെട്ട ഇക്കാക്ക എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഇക്കാക്ക എന്ത് സൗഭാഗ്യത്തിന്റെ കഥയാ പറഞ്ഞത്? മറ്റുള്ള പ്രിയപ്പെട്ട പെങ്ങന്മാരെ കല്യാണത്തിന് കൂടാൻ കഴിഞ്ഞിട്ടില്ല, നിക്കാഹിന് കൂടാൻ കഴിഞ്ഞിട്ടില്ല, എന്നാൽ എന്റെ കൈപിടിച്ചു കൊടുക്കാ എന്റെ പ്രിയപ്പെട്ട ഇക്കാക്ക കടന്നു വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെനിക്ക് വലിയ സന്തോഷമാണ്, അതെനിക്ക് നല്ലൊരു ആനന്ദമാ എന്ന് പറയുമ്പോ ഞാനും അവിടെ നിന്ന് സന്തോഷിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് കളിച്ചു നടന്നവരാ, ഒരുമിച്ച് പഠിച്ചവരാണ്, ഒരു ഉസ്താദിന്റെ അടുക്കൽ ഓതിയവരാണ്. സന്തോഷത്തോടെ അവിടെ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ എന്റെ ഫോണിലേക്കാണ് പലവട്ടവും വിളിക്കാറുള്ളത്. അതേ ഫോണിലേക്ക് എനിക്കൊരു കോള് വരുന്നുണ്ട്. പടച്ചവനേ, ആ കോൾ എടുത്തപ്പോ തന്നെ കൽബൊന്ന് പിടഞ്ഞു പോയി. ഇന്ന ആളിനെ അറിയാമോ, ഇന്ന മനുഷ്യനെ അറിയാമോ? അറിയുമെന്ന് പറയുമ്പോ സഹോദരായി തൊട്ടടുത്ത് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മുഴുവൻ സാധന സാമഗ്രികളും മേടിക്കുകയാണ്. സ്വന്തമായിട്ട് വാഹനം ഓടിച്ചു പോവുകയാണ്. അല്ലാഹുവേ, ചുട്ടുപടുത്ത് കിടക്കുന്ന റോട്ടിലൂടെ സഞ്ചരിച്ചിട്ട് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന്റെ ഒരു ടയർ പൊട്ടിയിട്ട് വാഹനം ചെന്ന് തലകീഴായിട്ട് മറിഞ്ഞിട്ട് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എന്റെ പൊന്നുമോനെ, പൊന്നു വാപ്പമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന അല്ലാഹു ആരോഗ്യം തന്നു പോയ എന്റെ ചെറുപ്പക്കാരാ, ഇപ്പോഴൊന്നും മരിക്കൂല, ഇപ്പോഴൊന്നും ഞാൻ പോകൂല. എനിക്ക് രോഗങ്ങളില്ലല്ലോ, എനിക്ക് സങ്കടങ്ങളില്ലല്ലോ, എനിക്ക് നല്ല
മസിൽ പവർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന എന്റെ കരളിന്റെ കഷണങ്ങളായ എന്റെ പൊന്നുമോനെ, ഇതൊന്ന് കേൾക്കണം കൂട്ടുകാരാ. അവിടുന്ന് 13ാമത്തെ ദിവസമാണ്. 13ാമത്തെ ദിവസമാ ഈ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുവരുന്നുണ്ട് വീട്ടിലേക്ക്. ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ഉസ്താദുമാര് കൂടി നിൽക്കുന്നുണ്ട്, മുത്തഅല്ലിമീങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്. പടച്ചവനെ, മയ്യത്ത് കൊണ്ടുവന്നിട്ട് വീടിന്റെ അകത്തട്ടിലേക്ക് അങ്ങ് വെക്കുമ്പോ ഓടി വരുന്നുണ്ട് ഒരു ഭ്രാന്തിയെ പോലെ. മുടിയെല്ലാം വാരിപ്പിരുത്തിട്ടിട്ട് ഉമ്മ ഓടി വന്നിട്ട് പറയുന്നൊരു വാക്കൊന്നും അതാ കൽബിൽ നിൽക്കുകയാണ്. പുന്നാര പൊന്നുമോനെ, എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് നിന്റെ മുഖമൊന്ന് കാണാൻ, നിന്റെ വർത്തമാനമൊന്ന് നേരിട്ട് കേൾക്കാൻ ഉമ്മ കാത്തിരുന്നറിയുമോ? നിനക്ക് വേണ്ടി മാംസങ്ങൾ മുഴുവനും എടുത്തിട്ട് മാറ്റിവെച്ചതാണ്. നിനക്ക് വേണ്ടി 2 ജോഡി ഡ്രസ് എടുത്തു വെച്ചതാണ്. നിനക്ക് ഇഷ്ടമുള്ളത് മുഴുവനും ഉമ്മ വാങ്ങിച്ചു വെച്ചതാ. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്ക് എന്റെ പൊന്നുമോന് പോവുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിരിക്കുമ്പോ ഇളയ പെങ്ങള് സുഫൈദ എന്ന് പറയുന്ന പൊന്നുമോള് കേവലം ഒരു കെട്ടുകഥയല്ല, അനുഭവമാണ് സഹോദരാ പറഞ്ഞു പോകുന്നത്. ഇളയ പെങ്ങളതാ നിക്കാഹിന്റെ തീയതി മുഴുവനും കുറിച്ചിട്ടുള്ള പൊന്നുമോള് ഓടി വരുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാ വരുന്നത്, ആളുകളെ പിടിച്ചുകൊണ്ടാ വരുന്നത്. പുന്നാര മകൾക്ക് വാക്ക് കൊടുത്തത്, മോളെ നിന്റെ കൈ പിടിച്ചു കൊടുക്കാ, നിന്റെ ഇക്കാക്ക വരുമെന്ന് പറയുമ്പോ അതൊരു വല്ലാത്തൊരു സന്തോഷമായിരുന്നല്ലോ. ഇതാ പ്രിയപ്പെട്ട പുന്നാര പൊന്നുമോള് കടന്നു വന്നിട്ട് ആ ഒരു ഗ്ലാസിന്റെ പുറത്ത് കൈവച്ചിട്ട് ചോദിക്കാ, എല്ലാ പെങ്ങന്മാർക്കും കിട്ടാത്ത സന്തോഷം എനിക്ക് കിട്ടുമെന്ന് പറയുമ്പോ എന്റെ ചോദ്യത്തിനൊരു മറുപടി പോലും തരാതെ ഇതേപോലെ കിടക്കുന്ന കിടത്തത്തെയാണോ പറഞ്ഞു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന കരളിന്റെ കഷണങ്ങളായ എന്റെ പൊന്നു ചെറുപ്പക്കാരോട് പറയുകയാ, നമുക്കൊന്ന് അമലുണ്ടോ ചെറുപ്പക്കാരാ? പടച്ചവന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ അസ്സലാത്തു ഖൈറും മിനന്നൗം എന്നുള്ള ബാങ്കിന്റെ ആ ധ്വനിയൊന്ന് മുഴങ്ങി കേൾക്കുമ്പോ പള്ളിയിൽ എത്ര ചെറുപ്പക്കാര് സുബഹിക്കൊന്ന് കടന്നു വരുന്നുണ്ട്. എത്ര ചെറുപ്പക്കാര് സുബഹിക്ക് വരുന്നുണ്ട്. വിരലിലെണ്ണാവുന്ന ചെറുപ്പക്കാരല്ലേ വരുന്നുള്ളൂ. അല്ലാഹു തന്ന സന്തോഷവും അല്ലാഹു തന്ന ആരോഗ്യവും അല്ലാഹു തന്ന സൗകുമാരിതയും എല്ലാ ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടു നടന്നിട്ട് പോലും റബ്ബിനെ മറക്കല്ലേ ചെറുപ്പക്കാരാ. ഒന്ന് ചിന്തിക്കുമോനെ, അടുത്തൊരു സെക്കൻഡിൽ ഞാനില്ല. ആ ഒരു ചിന്ത നിന്റെ ഖൽബിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുണ്ടെങ്കിൽ നിനക്ക് നന്നാകാൻ പറ്റുമെന്നോ, നിനക്ക് നിസ്കരിക്കാൻ പറ്റുമെന്നോ, നിനക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുമെന്നോ, ഇതുപോലത്തെ വാദിന്റെ മജ്‌ലിസുകളിൽ കടന്നു വരാൻ പറ്റുമെന്നോ, വേറെ എന്തെങ്കിലും ഒരു കാര്യം കടന്നു വന്നാ എന്റെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാ 100 മടങ്ങ് ശക്തിയോടെ ആ പരിപാടികൾക്ക് വേണ്ടിയിട്ട് തന്റെ കൂട്ടുകാരന്റെ കൈപിടിച്ചിട്ട് ആവേശത്തോടെ കടന്നു പോകാൻ നമുക്കൊരു മടിയില്ലല്ലോ. ഇതുപോലെ പരിശുദ്ധരായ മഹാരഥരെ കിടക്കുന്ന ഔലിയാക്കളെ കിടക്കുന്ന ചാരത്തേക്കൊന്ന് കടന്നു വരാ എന്റെ കൂട്ടുകാരാ. നമുക്കൊന്ന് കഴിയാതെ പോകുന്നത് ഇന്നൊരു പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളിൽ അല്ലാഹുവേ ഉപ്പമാരാണ്. എത്ര ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. അതേ സമയത്ത് ചന്തയിൽ കറങ്ങി നടക്കുന്ന എത്ര യുവാക്കളുണ്ട്. എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിയാ എനിക്കൊരു പ്രശ്നമില്ല, എന്നെ ഇനി എന്തു പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല. ഈ മജ്‌ലിസിനേക്കാ ചെറുപ്പക്കാര് വഴിയോരത്തുണ്ടാകും, ചന്തകളിൽ കറങ്ങുന്നുണ്ടാകും, അവിടെ പല പല കാര്യങ്ങൾ ചർച്ചകൾ ചെയ്യുന്നുണ്ടാകും, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കടന്നു പോകുന്നുണ്ടാകും. നന്മയിൽ വരാ എന്തേ കടന്നു വരാ നിങ്ങൾക്ക് കഴിയാത്തത്? അതുകൊണ്ട് യുവാക്കളെ, ഈ ദുനിയാവ് നൈമഷികമാണ്, ഈ ദുനിയാവ് നൈമഷികമാണ്. അതുകൊണ്ട് ഉള്ള സമയം
സമയത്ത് റബ്ബിലേക്ക് അടുത്തോ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് നിസ്കരിച്ചിട്ട് തൗബ ചെയ്തിട്ട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ നടന്നോ, നീ എത്ര വലിയ തെറ്റ് ചെയ്താലും അതൊന്നും ആരും അറിയില്ലെന്ന് മനസ്സിലാക്കിയാലും ലാ തഖുദുഹു സിരത്തും വലാനോ, അല്ലാഹുവിന് ഉറക്കമില്ലല്ലോ, പടച്ചവന്റെ ഒളിക്യാമറയെ വെട്ടിക്കാൻ നിനക്ക് കഴിയില്ലല്ലോ, അതുകൊണ്ട് എന്റെ റബ്ബെന്നെ വീക്ഷിക്കുന്നവെന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന ഒരൊറ്റ മൂലി ഉദ്കുരിൽ മനിയാ, മരിക്കുമെന്നുള്ള ചിന്തയാണ് ചെറുപ്പക്കാരാ. നിന്റെ ചുറ്റുഭാഗത്തും മലക്കുകൾ ഇങ്ങനെ കടന്നു നിൽക്കുകയാണ്. മുസ്തിലലഹു മാലുഹു വവലദുഹു വഅമലുഹു, മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അവന്റെ നന്മകളെ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് എന്ത് കാണിച്ചു കൊടുക്കാനുണ്ട്? എന്തമലുണ്ട്? ഖുർആൻ ഓതലുണ്ടോ? തറാവീഹ് നല്ലതുപോലെ നിസ്കരിച്ചിട്ടുണ്ടോ? തസ്ബീഹ് നമുക്കുണ്ടോ? ദിക്റുകളുണ്ടോ? ഒന്നും നമുക്കില്ലല്ലോ എന്റെ പുന്നാര പൊന്നുമോനെ. അതുകൊണ്ട് ഈ കാലഘട്ടം അടുക്കാനുള്ളതാ, റബ്ബിലേക്ക് വരാനുള്ളതാണ്. മലക്കുൽ മൗത്തും കൂട്ടുകാരും നിന്റെ കാലിന്റെ തള്ളവരളീന്ന് ആത്മാവിനെ പിടിച്ചു വലിക്കുമ്പോ നീ പറയുന്നൊരു വാക്കുണ്ട്, റബ്ബിർജിഊ, അല്ലാഹുവേ എന്നെ ഒന്ന് മടക്കി തരുമോ റബ്ബേ, ലഅല്ലി അഅമലു സ്വാലിഹാ, ഞാൻ നിസ്കരിച്ചേക്കാ, ഞാൻ നോമ്പ് നോറ്റേക്കാ, ഞാൻ നന്മകൾ ചെയ്തേക്കാ, ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, ഒന്നൂടൊന്ന് മടക്കാമോ റബ്ബേ. അല്ല പറയുന്നൊരു വാക്കുണ്ട്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, മരിക്കാൻ കിടക്കണ സമയത്ത് പറയാ, റബ്ബേ ഒന്ന് മടക്കിത്ത, അടുത്ത വേക്കൽ ഉറൂസിന്റെ ആ ഒരു സമയമാകുമ്പോ ഞാൻ വഴിയിലും കൊണ്ടാവൂല, കറക്റ്റ് ഞാൻ മജ്‌ലിസിലുണ്ടാവും. അല്ലാഹ് പറ, ഇനി എനിക്ക് അവസരമില്ല, ഇനി നിനക്ക് അവസരമില്ല, അവസരം തന്നിട്ടുണ്ട്, ഒരുപാട് അവസരം നിനക്ക് തന്നിട്ടുണ്ട്, നീ എല്ലാം പാഴാക്കി കളഞ്ഞു. ദീനിന്റെ മജ്‌ലിസിൽ ഇരിക്കാനും ദുആരക്കാനും സ്വതക്കകളൊക്കെ ചെയ്യാനും നിനക്ക് എത്ര അവസരം തന്നു പാപ്പാ, നിങ്ങൾ ഭാഗ്യവാന്മാരാ, നിങ്ങൾക്ക് എത്ര അവസരം തന്നു, അതൊന്നും നിങ്ങൾ വേണ്ടുന്ന കോലത്തിൽ ചിലവാക്കിയിട്ടില്ല. നാളത്തേക്ക് വേണ്ടി അമൽ ചെയ്യും. മലക്ക് റിദ്വാൻ കാവൽ നിൽക്കുന്ന വീടിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അമൽ ചെയ്യും. നാളെ നമ്മുടെ അയൽവാസിയായി കിട്ടുന്നത് ലോകത്തിന്റെ തിരുദൂതർ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലി ഒരുപാട് പറയില്ല, അല്ലാഹുവേ നിങ്ങൾ ഇങ്ങനെ മിണ്ടായിരിക്കാൻ പറ്റും. മൂന്നായി ഇൻഷാ അല്ലാഹ് 9:45 അകത്ത് വെച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉറക്കൊന്നു പറയാ, ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇത്ര നേരം ഇരുന്നില്ലേ, ഒരര മണിക്കൂർ എനിക്ക് നിങ്ങൾ തന്നാൽ മതി, നമ്മുടെ കണ്ണ് നിറഞ്ഞ് നമുക്ക് പിരിയണം. അല്ലാഹു ഇരിക്കുന്നവർക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. മനസ്സിൽ തട്ടി നാമീം പറ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. അല്ലാഹു സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയാം, മോനെ ഒരു രോഗം വന്നാൽ മതി, കഴിഞ്ഞു. ഒരു രോഗം വന്നാൽ മതി, എല്ലാം കഴിഞ്ഞു. ഈ തൊട്ടടുത്ത് നമ്മുടെ കൊടുങ്ങല്ലൂര്, നമ്മുടെ പരിശുദ്ധമായ റമളാനിന്റെ തൊട്ട് മുമ്പ് വാതിന് പോയപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മുടെ കൂട്ടായി ഭാഗത്താണ് നമ്മുടെ ഉസ്താദ്, പിന്നെ ഏകദേശം അവിടത്തേക്ക് പിന്നെ അറിയായിരിക്കും. ആ ഭാഗത്തേക്ക് പോയപ്പോ അവിടെ ഒരു വീട്ടിലേക്ക് എന്നെ അവിടുത്തെ ചെറുപ്പക്കാർ കൊണ്ടുപോയി. കൂടിപ്പോയ 10-30 വയസ്സ്. ചെറുപ്പക്കാരന്റെ കൈ അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല. ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി പിടിവിട്ടിട്ട് ഒരേ കിടത്തം, കയ്യിലൊക്കെ നീര് വന്നിട്ടുണ്ട്. അപ്പൊ തലയിലൊരു തുണി ഇട്ടിട്ടുണ്ട്, തലയിലൊരു തുണി ഇങ്ങനെ വിരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവിടുത്തെ ഒരു ഉമ്മ വന്നിട്ട് ഈ തുണി അങ്ങെടുത്തപ്പോ അറിയാതെ എന്തോ പോലെ ആയിപ്പോയി. ഇവിടെ ഒരു ഹോളാണ് ചെറുപ്പക്കാര, തലയുടെ ഭാഗത്തൊരു ഹോള്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കണ്ടിട്ട് കണ്ണ് നിറഞ്ഞുപോയി. നല്ലതുപോലെ നടന്നിരുന്ന ചെറുപ്പക്കാരനെ കൂട്ടുകാര് പറഞ്ഞു, ഉസ്താദെ ഓടിച്ചാടി നടന്നിരുന്ന ചെറുപ്പക്കാരനെ, മോനെ ചെറിയൊരു രോഗം മതി, എല്ലാം അവസാനിക്കും. അന്ന് നിന്റെ കൂട്ടുകാരൻ നിന്നോട് കാണൂല, അന്ന് നിന്നെ കൊണ്ടുപോയ കൂട്ടുകാരൻ നിന്റെ കൂടെ വരൂല.
നീ നിസ്കരിച്ച് ഇബാദത്ത് ചെയ്തൊരു മോനാണോ എന്ന നിന്റെ അമല് നിനക്കുണ്ടാകും. നാളെ മരിച്ചാൽ നിനക്കത് കണ്ടിട്ട് മരിക്കാം. മുസ്തിലലഹു, അല്ലാഹു രൂപപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്നാണ് നിന്റെ അമലുകള്, നന്മകള്. നീ എന്തൊക്കെ ചെയ്തു അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തി അവിടെ നിന്ന് കാണിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കുക. فإن بناها بخير طاب مسكنه وإن بناها بشر خاب بانيها. ഇവിടെ വെച്ചുകൊണ്ട് നന്മ ചെയ്താൽ അബ്ശിറൂ ബിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷമുണ്ട്. വഇൻ ബനാഹാ ബിശദ്ദിൻ ഖാബ ബാനിഹാ, ഇവിടെ വെച്ചുകൊണ്ട് തിന്മകളാണ് ചെയ്തതെങ്കിൽ ഖാബ ബാനിഹാ ഉലൈക മഅവാഹുമുൻ നാറു ബിമാ കാനൂ യക്സിബൂൻ, അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ നരകത്തിലേക്ക്. ഇല്ലേ, അല്ലാഹ് ഓരോന്നും ചോദിക്കും. നിനക്ക് നല്ല ആരോഗ്യം തന്നിട്ടുണ്ടായിരുന്നു, എന്ത് ചെയ്തു? അതുകൊണ്ട് നീ എങ്ങനെ പ്രവർത്തിച്ചു? ഇല്ലേ, للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا. നോക്കിയിട്ട് കൂട്ടുകാരാ റബ്ബ് പറയാണ് ജസാഅം വിഫാഖാ, യോജിച്ച ശിക്ഷ, അനുയോജ്യമായ ശിക്ഷ. നിന്റെ യുവത്വം നീ നശിപ്പിച്ചവനാണ്. ഒരുപാട് അനുഭവങ്ങൾ നിന്റെ മുമ്പിൽ കണ്ടിട്ടും നീ അവിടെ നിന്ന് നന്നായിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഓർമ്മ നിന്റെ ഖൽബിന്റെ ഉള്ളിലൂടെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ പറ്റി പറയുമ്പോ നന്മകൾ ചെയ്യാൻ ഒരു മനുഷ്യനിക്ക് മനസ്സ് വരണോ. മരിക്കുമെന്നുള്ള ചിന്ത ഖൽബിലൂടെ കൊണ്ടുവരാൻ പറഞ്ഞത്. അല്ലാഹുവേ, പള്ളിപ്പറമ്പിന്റെ അരികിലൂടെ കടന്നു പോകുമ്പോ എത്രയോ ഖബർവാസികൾ അവിടെയുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളുടെ ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. നാളെ ഈ ഖബറിന്റെ ഞാനും അന്ന് കിടക്കാനുള്ളതാണ്. ആ ഒരു ചിന്ത ഒരാളുടെ ഖൽബിലുമില്ലല്ലോ. അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പോണ്ടേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കൂട്. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കൂട്. കൂട്ടുകാരാരും അവിടെയില്ല, ഖബറെന്ന കൂട്ടിൽ മറ്റാരുമില്ല. കൂട്ടുകാരാരും അവിടെയില്ല, ഖബറെന്ന കൂട്ടിൽ മറ്റാരുമില്ല. അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പോണ്ടേ. എന്നായാലും നമ്മൾ ഒരിക്കൽ അവിടെ പോയി കിടക്കണം. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല. എന്താ ചിന്തിക്കാത്ത? ഞാൻ ഉൾപ്പെടെ അല്ലേ? പല സ്ഥലത്തും വാതിന് മുമ്പ് എത്ര കബറുകൾ കാണുന്നുണ്ട്. നിങ്ങൾ വെള്ളിയാഴ്ച പള്ളി വരുമ്പോൾ വാപ്പയുടെ കബറിനപ്പുറത്ത് വേറൊരുപാട് കബറുകൾ. നിങ്ങളുടെ കൂടെ നടന്നിരുന്ന അതേ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ കബർ അപ്പുറത്ത്. ചിന്തിക്കൂല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് മരണം മൗനിയായ ഉപദേശകനാണ്. മരണം മൗനിയായ ഉപദേശകനാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, ഞാൻ ചുരുക്കം ഉറക്കെ പറയും, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തില്ലേ പിന്നെ എന്ത് മജ്‌ലിസാ നമ്മുടെ ഇല്ലേ? ആകപ്പാട് എനിക്ക് വേണ്ടത്, എനിക്ക് വെള്ളമൊന്നും വേണ്ട, സ്വലാത്തിൽ തന്നാ നിങ്ങൾ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എങ്ങനെ നമ്മൾ സ്വലാത്തല്ലായിരിക്കുക? നമുക്ക് വേണ്ടി അവസാനം വരെ നമുക്ക് വേണ്ടിയിട്ട് കടന്നു വരുന്നൊരു നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സ്വർഗത്തിലേക്ക് പോയാല് എല്ലാവരും പിന്നിങ്ങോട്ട് വരൂല. സ്വർഗത്തിൽ പോയിട്ട് വീണ്ടും തിരിച്ചു വരുന്ന ഒരാളാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞുള്ള നബിയല്ലേ,
ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ, ഒരു ഭൂമി പാപിതൻ വെതയങ്ങു കേൾക്കില്ലേ, ഉലകിലിവൻ ചെയ്ത പാപം പൊറുക്കില്ലേ, ത്വാഹാ നബിയേ കനവിലു വരുമോ നിധിയേ. നമുക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചിട്ടുള്ള നേതാവാണ്. നാളെ ശഫാഅത്ത് വേണ്ടേ? ഉറക്കെ ചൊല്ലി അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഹബീബിന്റെ ഒരു വാക്കും പാഴാകൂല. മുത്തുനബി തങ്ങൾ പറയാം, മരണം മൗനിയായ ഉപദേശകനാണ്. മരണമെന്ന് പറയുന്നത് മൗനമായിട്ട് ഉപദേശം തരുന്നുണ്ട്. ഷമീർ ദാരിമി ഇവിടെ നിന്ന് പോവാണെന്ന് വെച്ചോളി, മരണപ്പെട്ടു പോയാൽ പ്രിയപ്പെട്ട സഹോദര ഷാഫി ഉസ്താദ് ചിന്തിക്കാണ്, പടച്ചോനെ കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്നൊരു മനുഷ്യനാ ഇന്നിപ്പതാ പോയി, അതുകൊണ്ട് ഞാനൊന്നും കൂടെ ഒന്ന് ഉഷാറാവാൻ അല്ലേ. ഓരോ മനുഷ്യനും ഉസ്താദ് ഉഷാറല്ലാന്നല്ല, നല്ല മനുഷ്യൻ അള്ളാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഉസ്താദിനെ പറ്റി പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ചോദ്യം വരൂലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയാൻ, അതുകൊണ്ട് ഏതായാലും ദാരിമി കഴിഞ്ഞ കൊല്ലം വന്ന ഒരാളാണ്, ഇന്ന് എത്ര പെട്ടെന്ന് റബ്ബേ പോയത്. അതുകൊണ്ട് ഇനി അടുത്തൊരു സമയത്ത് ഞാൻ ഉണ്ടാവോ, ഞാനൊന്ന് ഒന്നും കൂടെ ഒന്ന് ഉഷാറാവാൻ പോവാൻ. അതാണ് മരണം, മൗനിയായിട്ട് ഉപദേശം കൊടുക്കാൻ. ഓരോ മനുഷ്യന്റെ മയ്യത്തിന്റെ അടുക്കൽ പോകുമ്പോ, റബ്ബേ ഇവൻ ഇന്നലെ എൻ്റെ കൂടെ വർത്താനം പറഞ്ഞോനാ, ഇന്നലെ ഇവന് ഞാൻ ഒരുമിച്ച് പോയപ്പോ നിസ്കരിച്ചിട്ടില്ല, ചെറുപ്പക്കാരാ ഒരുമിച്ച് പോയപ്പോ ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല, അള്ളാഹ് നിസ്കരിക്കാതെ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഏതായാലും ഞാൻ നന്നാവാൻ പോവാ. മൗനിയായ ഉപദേശകനാ, മൗനിയായ ഉപദേശകനാണ്. ആത്മാവ് കരയുന്ന സന്ദർഭങ്ങളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഒന്നാമതെപ്പോഴാണ് കരയുന്ന എന്നറിയോ? ഇത് പറഞ്ഞു വരുമ്പോ നിങ്ങളൊക്കെ എന്റെ കൂടെ വന്നോ. എപ്പോഴാ കരയുന്ന എന്നറിയോ? നിങ്ങളും ഞാനും നല്ലതുപോലെ ഇവിടെ ഇരിക്കുന്നവരാട്, നല്ലതുപോലെ മുന്നോട്ട് കടന്നു പോകുന്നവരാട്. ഷമീർ ദാരിമി എങ്കാണം ലോകത്തോട് വിട പറഞ്ഞു പോയാ ഷാഫി ബാഖവി ഉസ്താദ് കടന്നു വന്നിട്ടല്ലെങ്കിൽ പ്രിയപ്പെട്ട മുദർരിസ് ഉസ്താദ് കടന്നു വന്നിട്ട് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ഖമീസ് അങ്ങ് മാറ്റുമ്പോ അവരോട് ഞാൻ പറയുന്നു, ഉസ്താദുമാരെ എന്നെ നിങ്ങൾ പിടിച്ചു കുലുക്കല്ല, എന്റെ ശരീരം മുഴുവനും വേദനിക്കുകയാണ്, എന്റെ ശരീരം മുഴുവനും നൊമ്പരപ്പെടുകയാ. മലക്കുൽ മൗത്തും കൂട്ടുകാരും കടന്നു വന്നിട്ട് റൂഹ് പിടിച്ച വേദന മാറിയിട്ടില്ല. എന്ത് വേദന എന്നറിയുമോ? എന്റെ ശരീരത്തും ആത്മാവ് പുറപ്പെട്ടു പോയ, ആത്മാവിനെ വലിച്ചെടുത്ത ആ ഒരു നൊമ്പരം മാറിയിട്ടില്ല. അതുകൊണ്ട് മെല്ലെ ഊരിയെടുക്കാമോ? അതും കഴിഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാവരും കൂടെ കടന്നു വന്നിരിക്കുക. ദാരിമിയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അജീർ കൂടെ വന്നിരിക്കുക. മയ്യത്ത് കുളിപ്പിക്കുമ്പോ കാല് വളച്ചു വെക്കുമ്പോ, കൈയുടെ നഖത്തിന്റെ അഴുക്കെടുക്കുമ്പോ വയറ്റിലേക്കുള്ള മാലിന്യങ്ങൾ പോകാ. മെല്ലെ വയറ് ഞെക്കുമ്പോ പറയാ, ഇതെന്ത് വേദനയാണ്, ഇതെന്ത് നൊമ്പരമാ. അതുകൊണ്ട് വേദനപ്പെടുത്തല്ലേ. കുളിയെല്ലാം കഴിയുകയാണ്. ഉപ്പമാരെ, നിങ്ങളുടെയും അവസ്ഥ കൂടെയാണ് പറയുന്നത്. നിങ്ങളുടെ ജനാസ കുളിപ്പിച്ചിട്ട് കാസർഗോഡ് ജില്ലയില് അല്ലെങ്കിൽ ബേക്കല് ഭാഗത്തുള്ള വീടിന്റെ ഏറ്റവും വലിയ ഹാളിന്റെ ഉള്ളില് നിങ്ങളുടെ മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തുകയാണ്. ഒരു പായ വിരിച്ചിട്ട് ആ പായയിലേക്ക് വെള്ളത്തുണി വിരിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. എന്റെ കരളിന്റെ കഷണങ്ങളായ പൊന്നുമോനെ, നിന്റെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് ആ വെള്ളത്തുണിയിൽ വെക്കുമ്പോ നിന്റെ ചെറുപ്പക്കാര് കരയുന്നടാ പൊന്നുമോനെ. അവര് വാവിട്ടു നിലവിളിക്കുന്നുണ്ട്. ഇന്നലെ വരെ എന്നോടൊപ്പം നടന്നവനാ, ഇന്നലെ വരെ വർത്തമാനം പറഞ്ഞവനാ, ഇന്നലെ വരെ ജീവിതത്തില് ഒരുപാട് സന്തോഷത്തോടെ എല്ലാ കാര്യത്തിനും കൂടെ വന്നിരുന്ന എന്റെ ചെറുപ്പക്കാരനാ, ഇന്നവനതാ കിടക്കുന്നു. റബ്ബേ, ഒരക്ഷരം പോലും മിണ്ടാതെ കിടക്കുകയാണ്. എല്ലാവരും ചേർന്നിട്ട് കാല് കെട്ടുകയാണ്, അരഭാഗം പൊതിയുകയാണ്. ഇനി പൊതിയാൻ ബാക്കിയുള്ളത് തലഭാഗമാ. ആ സമയത്ത് ആത്മാവ് പറയുന്നൊരു പറച്ചിലുണ്ട്, ലാ തസുദ്ദ കഫന റഅസി ഹത്താ
അറാ വജ്ഹ അഹ്ലി വഔലാദി. എന്റെ കാല് കെട്ടിയവരെ, എന്റെ അരഭാഗം പൊതിഞ്ഞവരെ, ഇനി പൊതിയാൻ ബാക്കിയുള്ളത് എന്റെ തലഭാഗമാ. എന്റെ തലഭാഗം നിങ്ങൾ പൊതിയല്ലേ? ഇത് അവസാനത്തെ കാഴ്ചയാണ്. എന്റെ മക്കൾ എന്നെ വന്ന് കാണട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെന്നെ വന്ന് കാണട്ടെ. അതുകൊണ്ട് എന്റെ തലഭാഗം പൊതിയല്ല. ആരും അത് കേൾക്കൂല വാപ്പാ, ആരും അത് ചിന്തിക്കൂല. അവിടന്ന് മയ്യത്ത് പൊതിഞ്ഞിട്ട് കൊണ്ടിറങ്ങാൻ പോവുകയാണ്. മയ്യത്ത് പൊതിഞ്ഞിട്ട് കൊണ്ടിറങ്ങാൻ പോവുകയാ. വാടക വേണ്ട കേട്ടോ. വിളിക്കാതെ വാഹനം വീട്ടിന്റെ മുമ്പിൽ വന്ന് കാത്തു കിടക്കുകയാണ്. നമ്മൾ കാത്തു കിടക്കണ്ട, നമുക്ക് വേണ്ടിയിട്ട് വാഹനം വന്നു. വിളിക്കാത്ത വാഹനം വന്നു, എന്നും കഴുകാത്ത വാഹനം വന്നു, അഴുക്കും പൊടിയും പിടിച്ച വാഹനം വന്നു. പരാതിയില്ല, പരിഭവമില്ല. വീട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് പോകാനുള്ള വാഹനം. അവിടെ നിൽക്കുന്നവരോടൊക്കെ നോക്കിയിട്ട് ആത്മാവ് പറയുന്നൊരു പറച്ചിലുണ്ട്, വതറക്തു ഔലാദി യുതമാ. എന്റെ മയ്യത്ത് കാണാൻ കടന്നു വന്നവരെ, എന്റെ റൂമിന്റെ ഉള്ളിൽ വന്നവരെ, ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പിരിയുകയാ. എന്റെ പൊന്നുമക്കളെ ഇവിടെ ഉപേക്ഷിച്ചു പോവുകയാണ്. അവരിന്ന് മുതൽ അവര് അനാഥ മക്കളാ. എന്റെ പ്രിയപ്പെട്ടവർ അറുമില, എന്റെ പ്രിയപ്പെട്ടവൾ ഇന്ന് മുതൽ വിധവയാണ്. അവള് പാവമാ. അവളൊന്ന് പുറത്തിറങ്ങിയാൽ നിങ്ങളവരെ കളിയാക്കല്ലേ, നിങ്ങളവളെ കുറ്റപ്പെടുത്തല്ലേ, നിങ്ങളവളെ സങ്കടപ്പെടുത്തല്ലേ. എന്റെ പെണ്ണൊരു പാവമാ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് മയ്യത്ത് കൊണ്ടിറങ്ങുന്നവരോട് പറയാ, ഒന്ന് നിൽക്കാമോ? എന്റെ വീട്ടിന്റെ ഉള്ളിൽ ആരോ കരയുന്നുണ്ട്. അതെന്റെ മക്കളാണോ? അതെന്റെ ഭാര്യയാണോ? എന്റെ പുന്നാര ഉമ്മയാണോ? ആരോ വീടിന്റെ കത്തട്ടിൽ കരയുന്നുണ്ട്. അവസാനമായിട്ട് ഞാൻ അവരുടെ കരച്ചിലൊന്ന് കേൾക്കട്ടെ. അവസാനമായി ഒന്ന് നിൽക്കുവോ നിങ്ങള്? നമ്മൾ നിൽക്കുമോ? നമ്മളത് കേൾക്കില്ലല്ലോ. മയ്യത്തവിടന്ന് കൊണ്ടിറങ്ങാ നേരം സലാം പറയാ. എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറയുന്നവര്, എവിടെ പോയാലും വീട്ടിലേക്ക് വരുമെന്ന് പറയുന്നവര്. സഹോദരങ്ങളെ, ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി. 5 വയസ്സുള്ള പൊന്നുമോള് വീഡിയോ വിളിച്ചിട്ട് പറയും, ഇന്ന് തന്നെ വീട്ടിൽ വരണം എന്ന് പറയുമ്പോ, സമാധാനത്തിന് വരുമെന്ന് പറയുമ്പോ, അല്ലാ അല്ലാ നമ്മൾ വരുമെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ സമയം പറയാ, എവിടെ പോയാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് പോന്ന വാപ്പ പറയാട്, ഇനി വാപ്പ വരൂല. ജീവന്റെ ജീവനായി സ്നേഹിച്ചിരുന്ന പൊന്നുമക്കള് അവിടെ നിന്ന് കിടക്കുമ്പോ, പൊന്നുമക്കൾ ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് കരയുമ്പോ, ഉമ്മ പറയാ, നിങ്ങളുടെ ഉമ്മ പോവാട്, ഉമ്മ ഇനി തിരിച്ചു വരൂല. തിരിച്ചു വരാത്ത ഒരു ലോകത്തേക്ക്, തിരിച്ചു വരാത്ത ഒരു ലോകത്തേക്ക് ഉമ്മ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആത്മാവപടം പിരിയുമ്പോ, ഇനിയാണ് മർമ്മപ്രധാനമായ കാര്യം. എന്റെ മയ്യത്ത് കൊണ്ടു നടക്കുമ്പോ ഷാഫി ഉസ്താദുണ്ട്, മുദരിസ് ഉസ്താദുണ്ട്, അജീറുണ്ട്, ഇവിടെയുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ എന്റെ മയ്യത്ത് ചുമക്കുമ്പോ ഞാൻ അവരോട് പറയുന്നൊരു വാക്കുണ്ട്. എത്ര വഅദ് പറഞ്ഞാലും, എത്ര തൗബ ചെയ്താലും, എത്ര ഖുർആൻ ഓതിയാലും എന്റെ അവരോട് പറയാ, ഫലാ തഗുറന്നകുമുദ് ദുനിയാ കമാ ഗറതനീ.
എന്നെ ചുമന്നുകൊണ്ട് നടക്കുന്നവരെ, എന്നെ ദുനിയാവ് ചതിച്ചു. എനിക്ക് നിസ്കരിക്കാൻ സമയമുണ്ടായിട്ട് ഞാൻ നിസ്കരിച്ചില്ല. നോമ്പ് നോക്കാൻ പറ്റുമായിരുന്നിട്ടും നോമ്പ് നോക്കിയില്ല. എന്റെ കരളിന്റെ കഷണങ്ങളായ അല്ലാഹു ആരോഗ്യം തന്ന എന്റെ ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാരന്റെ ആത്മാവ് നീ അവന്റെ മയ്യത്ത് ചുമന്നിട്ട് നടക്കുമ്പോ അവര് പറയാനടാ, എന്നെ ദുനിയാവ് ചതിച്ചു പോയടാ, എനിക്കിന്നെ നിസ്കരിക്കാൻ പറ്റൂല, എനിക്കിന്നി നോമ്പ് നോക്കാൻ പറ്റൂല, എനിക്കിന്നി സ്വതക്ക ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് എന്നെ ദുനിയാവ് ചതിച്ചടാ, നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ. ആരാണ് ഉപദേശം കേൾക്കുന്നത്? ആർക്കും ഇന്ന് സമയമില്ലല്ലോ. അവസാനം കൊണ്ടുവന്നിട്ട് പള്ളിയിലേക്ക് വെച്ചിട്ട് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ചില ആളുകൾ ഇറങ്ങി ഓടുമ്പോ ആത്മാവ് പറയുന്നു, എവിടെ പോവാ, ഒന്നു നിൽക്കാമോ? ഇന്നലെ വരെ ഇതുപോലെ തിരക്കുള്ളവനായിരുന്നു, കച്ചവടമുള്ളവനായിരുന്നു, വലിയ വലിയ കടകളുള്ളവരായിരുന്നു. ഇന്നെനിക്ക് കടയില്ല, ഇന്നെനിക്ക് തിരക്കില്ല, ഇന്നെനിക്ക് കൂട്ടുകാരില്ല. നിങ്ങൾ പോകല്ലേ, അവസാനമായിട്ട് എനിക്ക് കിടക്കാനുള്ളൊരു വീടുണ്ട്, ആ വീടൊന്ന് കാണാതെ പോകല്ലേ, അതൊന്ന് കണ്ടിട്ട് പോകാമോ? മയ്യത്തവടം നെടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പള്ളിപ്പറമ്പിലേക്ക്, ബേക്കലുള്ള ഖബർസ്ഥാനിലേക്ക് ഓരോരുത്തരുടെ മയ്യത്ത് ചുമന്നിട്ട് പോവുകയാണ്. അവിടെ കൊണ്ടുവച്ച് മണ്ണിട്ട് മൂടുന്നൊരു സമയമുണ്ടല്ലോ, അവിടെ നിന്ന് പലകയിടുന്നുണ്ട്. ഇലയിമ്മേ തണ്ണീരതും ചേർത്തു മണ്ണതിനാല് അടവാക്കും വിടവിനെ വാറിലേ കനമേറും ഇസാങ്കല്ലും മണ്ണും അതിലുമീതേ മറമാടും കബറുബഹു ജോറിലേ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോ, ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോ, അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നിലാരം, ഉലകത്തിൽ തണി എന്നിലാരം. പരം വിധിച്ചുമായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ടോ നാട്ടിലെ? കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലെ? ഖബറിന്റെ ഉള്ളിൽ കൊണ്ടുവെക്കുകയാ. നിങ്ങളുടെ ഭാര്യ പറയൂല, അവര് കരഞ്ഞിട്ടു നിലവിളിച്ചിട്ട് അവര് പറയുന്നത്, ഇനി എനിക്കാരാ, എന്റെ മക്കളെ നോക്കാനാരാ, എന്റെ മക്കൾ അനാഥ മക്കളായല്ലോ. ഏതു ഭാര്യയാണ് പറയുന്നത്, അല്ലാഹുവേ എന്റെ ഭർത്താവിന്റെ ഖബറിന്റെ ഉള്ളിൽ ഇനി ആരാട്, എന്റെ ഉമ്മയുടെ ഖബറിന്റെ ഉള്ളിലാരാ? അങ്ങനെ പറയുന്നവര് കുറവല്ലേ? ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോ, അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തണി എന്നീലാരം. ഇന്ന് എനിക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് അവര് കരയുന്നത്. സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും നേരം നിറഞ്ഞ മനസ്സോടെ കേട്ടുകൊണ്ടിരുന്ന, ക്ഷമയോടെ കാതോർത്ത് കൊണ്ടിരുന്ന ഉപ്പ, എന്റെ പെങ്ങളെ, ചെറുപ്പക്കാരാ, എല്ലാവരും ചേർന്ന് നിന്നെ കൊണ്ടുവന്നിട്ട് മിൻഹാ ഖലഖനാകു വഫീഹാ നുഈദുകു വമിൻഹാ നുഖ്രിജുകു താറത്തൻ ഉഖറാ
എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് പിടിമണ്ണ് വാരിയിട്ടിട്ട് ഇലയും മേലെ തണ്ണീര് ചേർത്തിട്ട് വെള്ളമൊഴിച്ചിട്ടൊരു വിടവ് പോലും ഇല്ലാതെ നിരത്തിയിട്ടവിടം എല്ലാവരും പിരിയുമ്പോ വിളിക്കാ, മോനെ പോവുകയാണോ? ഉമ്മ വിളിക്കാണ്, മോനെ പോവുകയാണോ? ഞങ്ങളെ മറക്കല്ല. വനഹ്നു ഫീ ഖുർബത്തിനാ, ഈ ഖബറിന്റെ ഉള്ളില് പൊന്നുമോനെ നിന്റെ ഉമ്മ കൂരിരുട്ടിലാണ്, നിന്റെ ബാപ്പ കൂരിരുട്ടിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ മറക്കല്ലേ എന്ന് പറഞ്ഞു ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും എല്ലാവരും വിളിച്ചു പറയുന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാനിരിക്കുകയാണ്. അതുകൊണ്ടാണ് മഹാനുഭാവനായ സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾക്ക് നന്മയിലേക്ക് വരണോ? മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ വന്നാൽ നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്ന് പറയുമ്പോ, അല്ലാഹുവേ ഈ 1.25 മണിക്കൂറോളം ഈ പരിശുദ്ധമായ പരിപാവനമായ ഈ പവിത്രമായ മഹനീയമായ മജ്ലിസിൽ കടന്നിരുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, രോഗങ്ങളെ മാറ്റണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. സഹോദരങ്ങളെ, സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞവസാനിപ്പിക്കുകയാണ്, ഈ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ റബ്ബിലേക്ക് അടുത്താ, നിങ്ങൾ നിസ്കരിച്ച, നിങ്ങൾ നോമ്പ് നോറ്റ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയ, അമിനഹുല്ലാ, നിങ്ങൾക്ക് അല്ലാഹു പേടിയില്ലാതെ ജീവിക്കാനുള്ള കാലഘട്ടങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തരും. നിങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ ഹൃദയങ്ങള് അത് പടച്ച തമ്പുരാ മാറ്റിമറിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു പോയ വാക്കുകൾ പറഞ്ഞെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളിലൂടെ എനിക്കും നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ.